നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. ക്ഷേത്രത്തിൽ ഒരു ഉത്സവത്തോടനുബന്ധിച്ച് വിപ്ലവഗാനങ്ങളും പ്രചരണഗാനവും ഒക്കെ പാടിയത് ഇന്ന് കേരളത്തിൽ വലിയ വിവാദമായിരിക്കുകയാണ്. കൊല്ലത്താണ് ഈ സംഭവം നടന്നത്. അവിടെ കാണികളായി എത്തിയവർ ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് പാട്ടുപാടിയത് എന്ന ഒരു വിശദീകരണമാണ് സംഘാടക സമിതിയിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഈ ഉത്സവങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ പാട്ടുകൾ, പ്രചരണ പാട്ടുകൾ, വിപ്ലവഗാനങ്ങൾ ഒക്കെ പാടുന്നതിന് വിലക്കേർപ്പെടുത്തണോ എന്ന് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുകയാണ്. പ്രേക്ഷകർക്കും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യ കോളർ കൊല്ലത്ത് നിന്ന് തന്നെയാണ്. ശ്രീ സജീവനാണ് കൊട്ടാരക്കരയിൽ നിന്ന് വിളിക്കുന്നത്. ശ്രീ സജീവൻ, താങ്കൾക്ക് എന്തു തോന്നുന്നു? ഇത് ഒരു വിലക്കേർപ്പെടുത്തേണ്ട കാര്യമാണോ, അതോ ഇത് ഒരു സാധാരണ സംഭവമാണോ, അതോ ഇത് വിവാദങ്ങളാക്കേണ്ട എന്നാണ്? എന്താണ് ശ്രീ സജീവൻ്റെ ഈ വിഷയത്തിലുള്ള ഒരു അഭിപ്രായം? സാറേ, ഞാൻ കൊല്ലം കൊട്ടാരക്കര കോട്ടാത്തല എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ കൊല്ലം ജില്ലയിലെ മിക്കവാറും ഏകദേശം അമ്പലങ്ങളിലെല്ലാം ഈ ഇടതുപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളവർ നിൽക്കുന്ന ആ ഒരു ഇതിൽ നിൽക്കുന്നവര്, അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ കൊണ്ടുവരിക, അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പറ്റിയ ഒരു സ്ഥലമല്ല ഈ ക്ഷേത്രങ്ങൾ. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അത് തെറ്റാ. അതിപ്പം തുടർന്നോണ്ടേ ഇരിക്കുക. ഇപ്പൊ നമ്മുടെ കടയ്ക്കലെ സംഭവം തന്നെ എന്ന് പറഞ്ഞാൽ അത് ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അല്ലെങ്കിൽ തന്നെ അവര് ഈ പുഷ്പന്റെ പാട്ടുപാടി അവരന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയ ആ ഒരു മനുഷ്യനെ നശിപ്പിച്ചിട്ട് അവരിപ്പം ശാസ്ത്രീയ കോളേജിന് വേണ്ടി അതിന്റെ പുറകെ നടക്കല്ലേ. അപ്പൊ നമുക്ക് അതൊന്നും അല്ല ആവശ്യം. ഈ രാഷ്ട്രീയം വിൽക്കാനുള്ള സ്ഥലമല്ല അമ്പലം. ക്ഷേത്രങ്ങള് ഈശ്വര വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ളതാ. അവിടെ അതിനെ ഈശ്വരന്റെ വഴിക്ക് വിട്ടാൽ ഈശ്വര വിശ്വാസം ഇല്ലാത്തൊരു എന്തിനാ അവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നത്? വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും സജീവന് അതിനോട് യോജിപ്പില്ല. മഞ്ചേരിയിൽ നിന്ന് ശ്രീ മുഹമ്മദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ്, നമസ്കാരം. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ ശ്രീ മുഹമ്മദിനെ കണ്ടിട്ട് എത്രയോ ദിവസങ്ങളായി. ഞാൻ വിചാരിച്ചു എന്നെ മറന്ന് ശ്രീ മുഹമ്മദ് മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടും. പിന്നെ ഞാൻ വിചാരിച്ചു ഈ നോമ്പിൻ്റെയൊക്കെ കാലഘട്ടമാണല്ലോ, അപ്പോൾ സ്വാഭാവികമായും അതൊക്കെ എടുത്ത് പള്ളിയിലും മറ്റു കാര്യങ്ങളിലും തിരക്കിലായിരിക്കും എന്ന്. അപ്പോൾ ശ്രീ മുഹമ്മദിന് പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നു ഇന്ന്, അല്ലേ? എന്താ പറ്റിയത്? ഒരു കാറ് വന്നിട്ട് ബാഗ് കുത്തി ഒരു റിവേഴ്സ് എടുത്തതാ. എന്നിട്ട് ഞാൻ ഇപ്പൊ 2 മാസമായി ചികിത്സയില്ല. ഇനി ഒരു മാസം ചില്ലറയും കാലനക്കാതെ കിടക്കണം ഇവിടെ. അതായത് അങ്ങയുടെ പുറകുവശത്ത് വന്ന് റീൽസ് എടുത്തതിന്റെ ഭാഗമായി ഒരു കാർ വന്ന് ആക്സിഡന്റ് ആയി എന്നാണോ? അങ്ങനെയാണ് അവർ റീൽസ് ചിത്രീകരിക്കുകയായിരുന്നു. അതിന്റെ ഇടത്തെ കാല് 2 പൊട്ടി. ഓ, അതിലാണ് സാറേ. ഏതായാലും ശ്രീ മുഹമ്മദിന് പെട്ടെന്ന് സുഖം പ്രാപിക്കാൻ കഴിയട്ടെ എന്ന് പൊതുവേദിയിൽ എല്ലാവരും ആഗ്രഹിക്കുകയാണ്. കാരണം അങ്ങ് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്, ഒരു മുതിർന്ന കാരണവരാണ് പൊതുവേദി കുടുംബത്തിലെ. അപ്പോൾ അങ്ങനെ ഒരാളെ കാണാത്തത് എന്തുകൊണ്ട് ഞാൻ പലതവണ അന്വേഷിക്കുകയും ചെയ്തു കേട്ടോ, പക്ഷെ ആരും പറഞ്ഞില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ആരോടെങ്കിലും പറഞ്ഞൊന്ന് പൊതുവേദിയിൽ അറിയിക്കണ്ടേ? അത് അങ്ങനെ ചിലപ്പോ നമ്മള് ആളെ അങ്ങനെ അടുത്ത് പരിചയമില്ലല്ലോ സാറേ, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങള് എല്ലാവിധ അഭിവാദ്യങ്ങളും എനിക്ക് നിങ്ങള് പറഞ്ഞില്ലേ. പിന്നെ ഞാൻ അതുകൊണ്ടാണ് വിളിക്കാൻ. എന്നാലും ഇല്ല സമയത്ത് ഞാൻ വിളിക്കുന്നുണ്ട്. ഇപ്പത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കൊല്ലം സമ്മേളനത്തിനും സംബന്ധിച്ചുള്ളതാ. എല്ലാ മതക്കാർക്കും, എല്ലാ മതസ്ഥരും പള്ളിയിലും അമ്പലത്തിലും വേറെ ചർച്ചിലും ഒക്കെ പോകുമ്പോഴും ഇവരുടെ മനസ്സിൽ ഒരു രാഷ്ട്രീയം ഉണ്ടാവും. അത് ലീഗായാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും അതൊക്കെ രാഷ്ട്രീയം ഉണ്ടാവും. ആ രാഷ്ട്രീയം ഇത് കൊല്ലം സമ്മേളനമാകുമ്പോ അവിടെ ഇയാള് മുൻ പറഞ്ഞ ആള് അത് കുറച്ചൊന്ന് ബലം കൂട്ടിക്കാണ്ട് അവരൊന്നുണ്ടാക്കി പുഷ്പനെ പറ്റി പാടി, അല്ലെങ്കിൽ അത് ചെയ്തെന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. പക്ഷെ അതില് ഒരു വലിയൊരു പ്രശ്നമാക്കേണ്ടതൊന്നും ഇല്ലാതെ ഇല്ലാന്നാണ് താങ്കളുടെ അഭിപ്രായം, അല്ലേ? എന്റെ അഭിപ്രായം സാറേ.
ഏതായാലും അങ്ങേക്ക് പെട്ടെന്ന് സുഖം പ്രാപിച്ച് കൂടുതൽ ആരോഗ്യവാനായി പൊതുവേദിക്കൊപ്പം ചേരാൻ കഴിയട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും കിടപ്പിലായിട്ടും അദ്ദേഹം പൊതുവേദിയെ മറന്നില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിക്കുന്നിടത്തോളം അതൊരു ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. കടക്കൽ തിരുവാതിരയോടനുബന്ധിച്ചാണ് ഇത്തരത്തിൽ ഒരു സംഭവമുണ്ടായത്. CPM-ൻ്റെ പ്രചരണ ഗാനങ്ങളും വിപ്ലവ ഗാനങ്ങളും പാടി എന്നാണ് വിമർശനം. പിറകിൽ ഈ DYFIയുടെ കൊടികളുടെയൊക്കെ ദൃശ്യങ്ങൾ വന്നു, ചിഹ്നം വന്നു. ഇതൊക്കെയാണ് ഒരു വിമർശനത്തിനായി വഴിതെളിച്ചത്. ഗസൽ ഗായകനായ അലോഷി യാദത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു അവിടെ പരിപാടി. അപ്പോൾ അതിനെതിരെ ചില പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി വന്നത് VD സതീശൻ്റെ പ്രതികരണമാണ്. സംഭവത്തിൽ ഒരു വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ എന്തിനാണ് അവിടെ പോയി ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. അപ്പോൾ അമ്പലത്തിലെ പരിപാടിയിൽ എന്തിനാണ് ഈ പുഷ്പനെ അറിയാമോ എന്ന പാട്ട് പാടുന്നത് എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുകയാണ്. ഇതിൻ്റെ വീഡിയോ ഏതായാലും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത് ചർച്ചയാവുകയാണ്. ശ്രീ ബാലകൃഷ്ണൻ വിളിക്കുന്നത് വടകരയിൽ നിന്നാണ്. ശ്രീ ബാലകൃഷ്ണൻ കേൾക്കാമോ? കേൾക്കാം സാർ. ശ്രീ ബാലകൃഷ്ണനും കുറച്ച് ദിവസമായി തിരക്കിലായിരുന്നു. ഞാൻ സംസാരിച്ചിട്ട് കുറച്ച് ദിവസമായി. ഏതായാലും ഇന്ന് വിളിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. ശ്രീ ബാലകൃഷ്ണൻ എങ്ങനെ കാണുന്നു ഈ ഉത്സവങ്ങൾ, ക്ഷേത്രങ്ങൾ, ഇവിടെ രാഷ്ട്രീയം കലർത്തുന്നതായി ഇതിനെ കാണണമോ? അത് ആളുകൾ ഒരു പാട്ട് ആവശ്യപ്പെട്ടു, അപ്പോൾ ആളുകൾ അത് ഒരു താല്പര്യം അനുസരിച്ച് അവിടുത്തെ ഗായകർ അത് പാടി, അങ്ങനെ കണ്ടാൽ മതിയോ? അങ്ങനെയൊന്നല്ല സാർ. ഈ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ സജീവമായിട്ട് പങ്കെടുക്കണമെന്ന് ഇവരെ ബ്രാഞ്ച് കമ്മിറ്റി തന്നെ നിർദ്ദേശമാണ്. അത് ശരി. കാരണം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുമ്പോ ഒരു വിശ്വാസം ഇല്ലല്ലോ, വിശ്വാസികളല്ലല്ലോ ഇവര്. അപ്പൊ വിശ്വാസം ഉണ്ട് എന്ന് കപടമായിട്ട് അഭിനയിച്ചിട്ട് അവിടെ പല ഏർപ്പാടുകളിലും പങ്കെടുത്ത് ഈ വിശ്വാസത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ അവര് ഈ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. കാരണം അവര് ഈ വിശ്വാസം ഇല്ലാത്തവരാണ്, അവര് നിരീശ്വരവാദികളാണെന്നുള്ള എല്ലാ അമ്മമാർക്കും അറിയാം. പിന്നെ പബ്ലിക്കായിട്ട് അവര് അത് പറയുന്നില്ല എന്ന് മാത്രം. അതാണ് ഈ പറയുന്നത്. ചില സ്ഥലങ്ങളിൽ വോട്ട് എണ്ണുമ്പോൾ ഉണ്ടാവില്ല, പ്രകടനത്തിന്റെ കൂടെ ആളുണ്ടാവും, വോട്ട് എണ്ണിയൊക്കെയാൽ പരാജയപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയാണ് സംഭവം. കാരണം ഇതൊക്കെ മനസ്സിലാക്കുന്ന സ്ത്രീകളും ആവാലവൃദ്ധം വിവരമുള്ള ആൾക്കാരും പ്രകടനത്തിനും കാര്യത്തിനും ഇവരെ ശല്യം കൊണ്ട് ഇവരെ ഏതെങ്കിലും വിധത്തിൽ ആക്രമിക്കുന്നതിനോ ബുദ്ധിമുട്ടിക്കുന്നതിനോ എന്ന് പറഞ്ഞാൽ പ്രാദേശികമായിട്ട് ഇവർ പ്രയാസങ്ങൾ ഉണ്ടാക്കും. കാരണം പാർട്ടി വിട്ടുപോയാൽ എല്ലാ തെണ്ടിത്തരങ്ങളും ഇവർ ചെയ്യും. ഞാൻ ചോദിക്കുന്നത് ശ്രീ ബാലകൃഷ്ണൻ വടകര, അപ്പോൾ ഒരു ഉത്സവ പറമ്പാണല്ലോ, അപ്പോൾ അവിടെ പല വിധത്തിലുള്ള ആളുകൾ വരും, പല വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ വരും. ചിലപ്പോൾ എല്ലാവരും ഹിന്ദുക്കളായിക്കൊള്ളണമെന്ന് പോലുമില്ല. അപ്പോൾ ആ സംഗീതം ആസ്വദിക്കാനൊക്കെ വരും. അപ്പോൾ അവിടെ ഇതിന് മുൻപും ഇത്തരം പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനെയൊക്കെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അല്ല സാർ, ഇൻകുലാബ് സിന്ദാബാദ് ഒരു ക്ഷേത്രത്തിൽ വിളിക്കേണ്ട ആവശ്യമില്ല സാർ. അത് ശരി, അതാണ് പ്രശ്നം അല്ലേ? ഞാൻ ഒരു അനുഭവം പറയട്ടെ സാർ. എന്റെ വീടിനടുത്തൊരു വിവാഹം നടന്നു. അവിടെ കഴിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചെറുപ്പക്കാരനാണ് കല്യാണം കഴിക്കുന്നത്. അതായത് വിളക്കൊക്കെ കത്തിച്ച് നല്ല ആരാധന പരമായിട്ട് ആചാരപ്രകാരം മാലയിടുന്ന സമയത്ത് കുറുക്കന്മാർ കൂക്കിയിടും പോലെ കൂക്കിയിടുകയും ഇൻകുലാബ് സിന്ദാബാദും ചെകുബാര സിന്ദാബാദ് വിളിക്കുകയും ചെയ്യുന്ന ഇവർക്ക് എന്ത് വിവരാ സാർ ഉള്ളത്? അവർക്ക് എന്ത് വിവരം ഉള്ളത്? കാരണം നമ്മളൊരു വിവാഹം എന്നൊക്കെ പറഞ്ഞാല് സ്വർഗത്തിൽ നടക്കുന്നതല്ലേ എന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. ജീവിതകാലം വേറൊരു അവരതിനെ ഒരു മറ്റവരുടേതായ രീതിയിൽ അവരതിനെ കാണുന്നു എന്ന് കണ്ടാലും പോരെ. അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്, തെറ്റിദ്ധരിക്കണ്ട സാർ. ചില സ്ഥലങ്ങളിൽ ബാങ്ക് കൊടുക്കുമ്പോൾ ഈ കുറുക്കൻ ഓരിയിടുന്നുണ്ട് നമ്മളെ പ്രദേശത്ത് സ്ഥിരമായിട്ട്. നമ്മുടെ ഒരു പ്രദേശത്ത് അതെന്തെന്ന് അത് ഞാൻ പറയുമ്പോൾ മറ്റൊരു വിധത്തിൽ സാർ ചിന്തിക്കണ്ട. ആ കുറുക്കന് വിവരമില്ല, അതാണ്. അല്ലാതെ ഒരാളെ ഒരു സംഗതി നടക്കുമ്പോൾ പരിഹസിക്കാൻ വിവരമുള്ള ആൾ ചെയ്യോ? അപ്പൊ വിവരം എന്ന സംഗതി ഇവർക്ക് തൊട്ട് വേണ്ടിയിട്ടില്ല. ഇവർ നാശത്തിന്റെ പാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു സംശയവും വേണ്ടായിരിക്കും. ഏതായാലും താങ്കളുടെ പ്രതികരണം വ്യക്തമാണ്. സുനിമോൾ എനിക്കൊപ്പം ചേർന്നിട്ടുണ്ട് കേട്ടോ. സുനിമോൾ പറയുന്നത് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ എന്തിനാണ് വിപ്ലവ ഗാനം പാടുന്നത്? ആളുകൾ പാടണമെന്ന് പറഞ്ഞാൽ അത് പാടുന്നതിൽ തെറ്റില്ല, അല്ലാതെ പാടേണ്ടിയിരുന്നില്ല എന്നുള്ള. ആളുകൾ പാടണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പാടി എന്നാണ് ഇപ്പോൾ അവരും പറയുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ അത് ഒരു വലിയ വിവാദമായത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിച്ച നവകേരള സദസ്സിൻ്റെ വേദിയുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്രം നേരത്തെ വിവാദത്തിൽ വന്നിരുന്നു. അവിടെ ഈ ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ സദസ്സിൻ്റെ വേദിയായി കടക്കൽ ദേവി ക്ഷേത്രം മൈതാനമാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ അതിനെതിരെ പരാതി ഉയർന്നു. പിന്നീട് ആ ക്ഷേത്രം മാറ്റി. ഇപ്പോഴവിടെ വീണ്ടും രാഷ്ട്രീയ നീക്കം നടക്കുന്നു എന്ന തരത്തിലാണ് പ്രചരണം വരുന്നത്. ഏതായാലും അതിലെന്താണ് പ്രേക്ഷകർക്ക് പറയാനുള്ളതെന്നാണ് ഞാൻ കാത്തിരിക്കുന്നത്. ശ്രീ അരവിന്ദാക്ഷൻ വിളിക്കുന്നത് പാലക്കാട് നിന്നാണ്. ശ്രീ അരവിന്ദാക്ഷൻ, പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? നമസ്കാരം. പാലക്കാട് ആലത്തൂർ കുനിശ്ശേരി എന്നാണ് വിളിക്കുന്നത്. കുനിശ്ശേരി. കുനിശ്ശേരി ആലത്തൂരിൽ നിന്ന് കുറച്ചും കൂടി ദൂരെയാണ് അല്ലേ? അതെ 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 അതെ, 5 മിനിറ്റ് യാത്ര. യെസ്. അതെ.
ശ്രീ അരവിന്ദാക്ഷന് എന്ത് തോന്നുന്നു? ഈ അരവിന്ദാക്ഷൻ ക്ഷേത്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണോ? ഞാൻ ഇല്ല, ക്ഷേത്ര കമ്മിറ്റി പ്രവർത്തിക്കുന്നൊന്നുമില്ല. എങ്കിലും നമ്മൾ ഈ രാഷ്ട്രീയക്കാർ സ്ഥലകാല ബോധമില്ലാതെ പ്രവർത്തിക്കുന്നുവെന്നാണ് എനിക്കിതിനെ കുറിച്ച് പറയാനുള്ളത്. അല്ല, പക്ഷേ ഞാൻ ശ്രീ അരവിന്ദാക്ഷൻ ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഒരു ഉത്സവം നടക്കുമ്പോൾ അതിനോട് പുറത്തൊക്കെ ആയിരിക്കുമല്ലോ, ഈ മൈതാനത്തായിരിക്കും ഇതിന് നടക്കുന്നത്. അപ്പോൾ അവിടെ പലപ്പോഴും കുട്ടികളുടെ മറ്റു തരത്തിലുള്ള ഡാൻസും എല്ലായ്പ്പോഴും അത് നമ്മുടെ പരമ്പരാഗത രീതി ആയിക്കോണമെന്നില്ല, അല്ലാത്ത ഡാൻസൊക്കെ സാധാരണ വെക്കാറില്ലേ, കേൾക്കാറില്ലേ? ഗാനമേള വെക്കാറില്ലേ? ഡാൻസും മറ്റേ കലാപരിപാടികളൊക്കെ ഉള്ളത് നല്ലതാണ്. പക്ഷേ രാഷ്ട്രീയക്കാരെ അവിടെ പോയിട്ട് ഇവരുടെ പ്രചാരത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മോശം കാര്യം തന്നെയാണ്. അതിന് അമ്പല കമ്മിറ്റി ഒരു ഉത്തരവാദിത്വം എടുക്കണം. രാഷ്ട്രീയക്കാർക്ക് ഏത് വേദി ഉപയോഗിക്കണം, അമ്പലം ഈ ശാസ്ത്രകുമാരൊക്കെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഭക്തി മാർഗത്തിലൊക്കെ സഞ്ചരിക്കുന്ന ആളുകൾ ഇരിക്കുന്നിടത്തൊക്കെ വന്ന് ഇങ്ങനെ സത്യത്തിൽ വളരെ മോശം കാര്യമാണ്. ഇതൊക്കെ രാഷ്ട്രീയത്തെ നേതാക്കന്മാരാണ് അത് അറിയേണ്ടത്. അവർക്ക് അതിനൊന്നും മറ്റേ തടയാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉപദേശം കൊടുക്കാനോ ഒന്നും കഴിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഓക്കെ. ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഗോളാന്തരം എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, നമസ്കാരം മനു. നമസ്കാരം ഗോളാന്തരം. പാർട്ടി പറഞ്ഞാൽ സ്വന്തം പിതാവിനെ വരെ വെട്ടിക്കൊല്ലുന്ന ചരിത്രം കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അല്ലേ ക്ഷേത്രത്തിലെ ഒരു പാട്ടം, അങ്ങനെ ഒരു ചരിത്രമൊന്നും ഇല്ല ഗോളാന്തരം. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആളുകളെ ആക്ഷേപിക്കുന്നതിലൊന്നും കാര്യമില്ല. അവർ അവിടെ അക്രമ രാഷ്ട്രീയമുണ്ട്, എനിക്കറിയാവുന്നൊരു സ്ഥലമായതുകൊണ്ട് ഞാൻ പറയുന്നത് അക്രമ രാഷ്ട്രീയമുണ്ട്. പലപ്പോഴും തമ്മിലുമൊക്കെ അക്രമങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ എനിക്കതിന് ഈ ഗോളാന്തരം പറയുന്നത് അത്രമാത്രം അത് ശരിയല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഷാജി ഭാസ്കരൻ പറയുന്നു ബാലകൃഷ്ണൻ വരയുടേത് വാക്കുകൾ മനു അംഗീകരിക്കുന്നുണ്ടോ എന്ന്. അല്ല, എനിക്കതിലില്ല. അത് ആ നാട്ടിലെ ജനങ്ങളും ഇതിൽ പൊതുവേദിക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല ശ്രീ ഷാജി ഭാസ്കർ. എന്താണെന്ന് വെച്ചാൽ ഇത് ആ നാട്ടിലെ ജനങ്ങളും അവിടുത്തെ ആളുകളും ഒക്കെയാണ് കൂട്ടായി തീരുമാനിക്കേണ്ടത്. ഇപ്പം ചില സ്ഥലങ്ങളിൽ അവർ ഇപ്പോൾ കുട്ടികളുടെ ബ്രേക്ക് ഡാൻസ് ഒക്കെ ചില ഉത്സവങ്ങളുടെയൊക്കെ ഭാഗമായി വയ്ക്കും. ഞാൻ ചില ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് പോകുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ട് ഈ വയലിൻ ഫ്യൂഷൻ വായിക്കും. അതിൽ ചിലപ്പോൾ ഈ ചെന്താരമേ എന്നുള്ള പി ജയരാജനെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ട് ചിലപ്പോൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അതാത് നാട്ടിലെ ആളുകളുടെയൊക്കെ ഒരു താല്പര്യമാണ്. അത് പൊതുവേദിക്കൊരു അഭിപ്രായം പറയാനില്ല. പക്ഷേ ഇതിങ്ങനെ ഒരു വലിയ വിവാദമായപ്പോൾ ഞങ്ങളത് ചർച്ച ചെയ്തു എന്ന് മാത്രം. അത് എന്താണ് കേരളം ചിന്തിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ശരത്ത് ബാലരാമപുരത്തുനിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ ശരത്തിന് കേൾക്കാമോ? ശ്രീ ശരത്ത് എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇതിനെ ഒരു വിവാദമാക്കാതെ മാറ്റാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു. എന്താണ് താങ്കളുടെ ഒരു പ്രതികരണം? ഉത്സവപ്പറമ്പുകളിൽ എന്ന് പറയുമ്പോൾ എല്ലാവരും പരിപാടി കാണാൻ വേണ്ടി പോകും. പിന്നെ ടെക്നിക്കൽ പരമായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നതാണോ എന്ന് എനിക്കറിയില്ല. അതല്ലാതെ അവര് പ്രദർശിപ്പിച്ചാണോ എന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴും ഓരോരുത്തർക്കും ഓരോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാഴ്ചയൊക്കെ ഉണ്ടാവത്തില്ല. നമ്മള് പ്രോഗ്രാം കാണാൻ പോകുന്ന എല്ലാ തരത്തിലുള്ള ആൾക്കാരും കാണാൻ പോകുമല്ലോ. പ്രോഗ്രാം ഉത്സവം ആകുമ്പോഴെല്ലാവരും പ്രോഗ്രാം കാണാൻ പോകുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇത് ടെക്നിക്കൽ പരമായിട്ട് വന്നതാണോ എന്ന് എനിക്ക് അറിയത്തില്ല അതിനെപ്പറ്റി. അങ്ങനെയുള്ളതിനോട് വലിയ താല്പര്യം ഇല്ല. ഇതാണ് എന്റെ അഭിപ്രായം. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നമുക്ക് ഇപ്പം ചേർന്നിട്ടുണ്ട്. ഞാൻ രവീന്ദ്രനിലേക്ക് വരാൻ കേട്ടോ. അപ്പോൾ ഷാജി ഭാസ്കർ എനിക്കതിലൊരു വിശദീകരണം നൽകുകയാണ്. അത് എനിക്ക് തോന്നുന്നു കൊല്ലംകാരനും കൂടിയാണ്. അപ്പോൾ കടക്കൽ ക്ഷേത്ര മൈതാനം പൊതുപരിപാടികൾക്ക് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ ഒരു പൊതുപരിപാടി എന്ന രീതിയിലാണ് സംഘടിപ്പിച്ചതെന്നാണ് അദ്ദേഹത്തിൻ്റെ ന്യായീകരണം. ഓക്കെ, അപ്പോൾ രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ കോടതി ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്, ക്ഷേത്രങ്ങളിൽ രാഷ്ട്രീയം പരമാവധി ഒഴിവാക്കണം എന്നത്, അല്ലെങ്കിൽ പാടില്ല എന്നത്. ഇത് അങ്ങനെ കണക്കാക്കണോ, അതോ ഒരു സ്വാഭാവികമായ ഒരു പരിപാടി, അതിൽ ജനങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുപാടി അങ്ങനെ കണക്കാക്കണോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അതിനകത്ത് മനു, ഇതിപ്പോ കോടതി പറഞ്ഞാലോ പോലീസ് പറഞ്ഞാലോ പട്ടാളം പറഞ്ഞാലോ കേൾക്കുന്ന ഒരു പാർട്ടിയല്ല, ഭരിക്കുന്ന ഒരു പാർട്ടിയല്ല ഇരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് പിന്നെ ഹിന്ദുക്കൾ ഇപ്പൊ ഒരു തീരുമാനം എടുപ്പിക്കുക, പരസ്യമായിട്ടുള്ള അഭിപ്രായ കാരണങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും വേണ്ടെന്നുള്ള തീരുമാനം പൊതുവെ എടുത്തിരിക്കുക. നമ്മൾ വരാൻ പോകുന്ന ഇലക്ഷനിൽ 15 മാസം കൂടെ സഹിക്കുക. 15 മാസം കൂടെ കഴിഞ്ഞ് ത്രിപുരയും പശ്ചിമ ബംഗാളും ഈ ഇതുപോലുള്ള ഈ പാർട്ടിയെ തൂത്തെറിഞ്ഞ പോലെ എറിയാന്നുള്ള മനസ്സിൽ തന്നെ കണ്ടത്. അതാണ് 20% വരെ ആക്റ്റീവ് വന്നിട്ടുണ്ടല്ലോ. ഇതിനുള്ള മറുപടി അതേ ഉള്ളൂ. അല്ല നമ്മളിപ്പോ ഈ ചാനലിൽ പോലും ഇതിനകത്ത് ഇപ്പൊ ഞാൻ വിളിച്ച് പറയുവാണ് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇപ്പൊ ആദ്യം തന്നെ 10 വിളിച്ച കോളർ മുഹമ്മദ് മഞ്ചേരി പറഞ്ഞു കേട്ടില്ല, അത് പാർട്ടി സമ്മേളനത്തിലാണ് എന്ന് പറഞ്ഞ പോലെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പൊതുവേദിയിലാളും ഇത് ചാനലിലാളും ഈ കേരളം മൊത്തം ഉണ്ട്. അപ്പൊ ഇതിനെന്താ വെച്ചാൽ ഇപ്പൊ എല്ലാ ഹിന്ദു സമുദായം എടുത്തേക്കാണ് ഇത് മനസ്സിൽ വെക്കുക. മനസ്സിൽ വെച്ചോണ്ട് നമുക്കറിയാമല്ലോ, ഇപ്പൊ പാലക്കാട് കണ്ടില്ല ഒരു ഉത്സവം നടന്നിടത്തോട്ട് എഴുന്നള്ളിപ്പ് ദേവിയുടെ എഴുന്നള്ളിപ്പ് വന്നപ്പോഴേക്ക് ഇംഗ്ലാസ് സിന്ദാബാദ് വിളിച്ചോണ്ട് വന്നത്. ആരും അതിനകത്ത് അനുകൂലിച്ചൊന്നും ചെയ്തില്ല. അതിനകത്ത് എതിര് പറയുകയൊന്നും ചെയ്യില്ല. ഹിന്ദു സമുദായം വളരെ അച്ചടക്കത്തോടു കൂടി ഇപ്പൊ പോകാൻ 15 മാസം കൂടെ ഒന്ന് ക്ഷമിച്ചാൽ മതി. ക്ഷമിച്ചു കഴിഞ്ഞാൽ
ഇത് കണ്ടോണം വരാൻ പോകുന്നത് കണ്ടോണം. ഇതിപ്പോ CPM എന്ന് പറഞ്ഞ പാർട്ടി, ഞാനൊക്കെ CPM അടിയോർക്ക് CPM-കാരനാണ്. ശബരിമല പ്രശ്നത്തോടുകൂടി ഈ CPM-ന് മാറിയത്. ഇത് മുന്നോട്ട് ഇവരിങ്ങനെ ആവർത്തിച്ച് പോകും. ഇവർക്ക് ഓർക്കുന്നുള്ളതിൽ ഈ സർക്കാർ തുടർഭരണം കിട്ടിയപ്പോഴേക്ക് അഹംഭാവത്തിന് കാലും കൈയും പിടിപ്പിച്ചു. അതാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. ഇത് തീരാൻ പോകുന്നതെന്നുള്ള മനസ്സിലാക്കുന്നില്ല. അതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള കോലകൾ കിട്ടുന്നത്. അതുകൊണ്ട് ഇപ്പൊ വളരെ അലുമ്പം വേളത്തിനൊന്നും ഒരു ഹിന്ദുക്കളും പോകണ്ട. ഇലക്ഷനിൽ നമ്മുടെ കയ്യിൽ ഇതിനുള്ള മറുപടി ഇലക്ഷനിൽ കൂടി കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇതിനുള്ള മറുപടി അല്ല ഒരു ആളെങ്കിലൊക്കെ വഴക്കിന് ഒന്നും പോകേണ്ട കാര്യമില്ല. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വിശാൽ എന്നോടൊപ്പം ചേരുന്നത് കടക്കലിൽ നിന്നാണ് അല്ലേ? അതെ, ഞാൻ നാട്ടിലാണ് ഈ ഉത്സവം നടക്കുന്നത്. ഞാൻ കടക്കലുകാരനായ ഒരു പ്രേക്ഷകനെ കിട്ടാൻ ഇതിന്റെ യഥാർത്ഥ വശം എന്താണെന്ന് അറിയാൻ വേണ്ടി, ആ നാട്ടുകാർ എന്ത് കരുതുന്നു അറിയാൻ വേണ്ടി. ഞാൻ കടക്കലുകാരനാണ് സാറേ. ഞാൻ ഈ നാട്ടിലുള്ള ഉത്സവത്തിന് പോയോ? ഈ ദേവീക്ഷേത്രത്തിൽ പോയോ? ഈ പരിപാടിക്ക് ഞാൻ സ്ഥലത്തുണ്ടായിരുന്നു. ഇതേ പരിപാടി കഴിഞ്ഞ കൊല്ലവും നമ്മളിവിടെ നടത്തിയിരുന്നു. ഇതേ പാട്ടുകൾ അന്നും പാടിയിരുന്നു. അന്നൊന്നും വിവാദമായില്ല. കഴിഞ്ഞ കൊല്ലം നോമ്പ് കാലത്തായിരുന്നു ഉത്സവം നടന്നിരുന്നത്. അന്ന് മാപ്പിളപ്പാട്ട് വിളിച്ചുകൊണ്ട് ഒരു ഗസൽ സന്ധ്യ ഈ അമ്പലപ്പറമ്പിൽ നടന്നിട്ടുണ്ട്. അത് ആചാരവിരുദ്ധമായിട്ട് ആരും ചൂണ്ടിക്കാണിച്ചില്ലല്ലോ. അതൊരു മതസൗഹാർദ്ദത്തിന്റെ കൂടി ലക്ഷണമായിട്ടായിരിക്കും ചിലപ്പോൾ കാണുന്നത്. അതെ, ഇതിപ്പം പക്ഷേ ഇത് രാഷ്ട്രീയ പാർട്ടികളെ ഇതിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ? ഈ ഹൈക്കോടതി ഇപ്പൊ നമുക്ക് അലോഷി യാദവിനെ സംബന്ധിച്ച് നമുക്കറിയാലോ. അദ്ദേഹം ഈ വിപ്ലവഗാനങ്ങൾ പാടി ശ്രദ്ധേയനായ ആളാണ്. അപ്പോൾ സദസ്സിൽ നിന്ന് നിരവധി തവണ ഈ ആവശ്യം ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഏറ്റവും അവസാനമാണ് അദ്ദേഹം ഈ പാട്ട് പാടിയത്. അല്ലാതെ ഇതിനകത്ത് വേറെ രാഷ്ട്രീയപരമായ കാര്യം എല്ലാവരും. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, ഈ ഇതിന്റെ സംഘാടക സമിതിയിലും ഒക്കെ ഇടത് നേതാക്കൾ അവരാണോ? അതോ ഇടത് നേതാക്കൾ മാത്രമല്ല, ഇതിനകത്ത് മെയിൻ ഭാരവാഹിത്വം നിൽക്കുന്ന 1-2 പേരെ ഒഴിച്ച് ബാക്കി അല്ലാതെ BJP-ക്കാരെ അനുഭാവമുള്ള ആൾക്കാരുണ്ട്, അല്ലാതെ കോൺഗ്രസ് അനുഭാവമുള്ള ആൾക്കാരുണ്ട്. എല്ലാ BJP അനുഭാവമുള്ളവരും കോൺഗ്രസ് അനുഭാവമുള്ളവരും അപ്പൊ ഇത് കണ്ടിട്ട് ശ്രീ അവിടെ എന്താ പറഞ്ഞ വിശാൽ? അവർക്കൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. അവർക്ക് താളം പിടിച്ചിട്ടാ പോയത്. ഇവിടെ കുഴപ്പമെന്ന് പറയുന്നത് ചില ആൾക്കാർക്കാണ്. അവിടെ ആളുകൾക്കൊന്നും കുഴപ്പമില്ല. അവിടെ നിന്ന് ആൾക്കാർക്ക് കുഴപ്പമൊന്നുമില്ല. കമ്മിറ്റികളിലെ കേട്ടതറേ, ഈ കമ്മിറ്റികളിലും മറ്റു കാര്യങ്ങളും ഈ നാട്ടില് 30% വരുന്നത് മുസ്ലിങ്ങളാണ്. ഈ പരിപാടി ഇവിടുത്തെ വലിയ വലിയ പരിപാടി നടക്കുന്നത്. ഇന്നലെ വിനീത് ശ്രീനിവാസൻ പരിപാടി അടക്കം നടത്തിയത് ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളായ ആൾക്കാരാണ്. വലിയ എമൗണ്ട് വിഷയമില്ല. ഇവിടെ ഒന്നും ഒരു വിഷയമില്ല. വിപ്ലവങ്ങൾ കേരളത്തിന്റെ സാംസ്കാരിക ജൈവിക ഭാഗമല്ലേ. KPCയുടെ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി അടക്കമുള്ളത് ഈ നാട്ടിലെ ഉത്സവപ്പറമ്പുകളിൽ അവസാനം ലാസ്റ്റ് പരമുള്ള ചെങ്കൂടി പിടിക്കാൻ നേരത്ത് പിന്നെ ഉത്സവപ്പറമ്പുകളിൽ ആൾക്കാർ എഴുന്നേറ്റ് മുദ്രാക്കി വിളിച്ചിട്ടില്ലേ? അന്നൊന്നും ഈ ആചാര ലംഘനം ഒന്നും ആരും പറഞ്ഞില്ലല്ലോ. ആചാരത്തിന്റെ ഭാഗമൊന്നുമല്ല ഇതൊക്കെ. ഒരു ഞാൻ ആചാരത്തിന്റെ ഭാഗമല്ല ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും തരത്തിൽ നിയമലംഘനം ആവില്ല അല്ലേ? കാരണം ഹൈക്കോടതി മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ അവിടുത്തെ ഔദ്യോഗിക സ്ഥാനങ്ങൾ കോടതി ക്ഷേത്രങ്ങളിൽ നിന്ന് ആളുകൾ മാറി നിൽക്കുക, ട്രസ്റ്റികളായി നിന്നൊക്കെ. അപ്പൊ മലബാർ ദേവസ്വം ബോർഡിന്റെ ഒരു ബെഞ്ചിൽ തർക്കം വന്ന സാഹചര്യത്തിൽ ഇത് നമ്മുടെ ക്ഷേത്ര ആചാര പ്രധാനമായിട്ട് ബന്ധപ്പെട്ട കേസാണ് കോടതി ഒരു നോട്ട് വിധിയുള്ളത്. സംഭവം നമ്മുടെ ക്ഷേത്ര അതിന്റെ മതിക്കെട്ടിന് വെളിയിലാണ് നമ്മൾ ഈ ഗ്രൗണ്ടും മറ്റു കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ നിരന്തരമായിട്ട് ആ ഗാനം പുള്ളിയുടെ ഫേമസ് ആയി പാടി ഫലിപ്പിച്ചിട്ടുള്ള ഗാനം ആവശ്യപ്പെടാൻ അവിടുന്ന് പ്രേക്ഷക സമൂഹം പറഞ്ഞ അടിസ്ഥാനത്തിൽ പുള്ളി പാടിയതായിട്ടേ ഉള്ളൂ. പിന്നെ LED വാളിൽ മറ്റേ ചിഹ്നങ്ങളെ കാണിച്ചത് അവര് തന്നെ സെറ്റ് കൊണ്ടുപോകുന്ന സാധനമാണ്. ഇവിടെ ആരും സെറ്റ് ചെയ്ത് കൊടുത്തില്ലത്. അവര് കൂടുതലായിട്ട് ആ പരിപാടികളെല്ലാം മറ്റേ പാർട്ടി വേദികളിലും മറ്റേത് പറയുന്ന അടിസ്ഥാനം സെറ്റ് ചെയ്യുന്ന സാധനമാണ്. ഇവിടെ ആരും സെറ്റ് ചെയ്ത് ബോധപൂർവ്വം ചെയ്തല്ലത്. നിരന്തരമായിട്ട് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഏറ്റവും അവസാനം ആ പരിപാടി 2-3 മണിക്കൂറുള്ള പരിപാടിയുടെ ഏറ്റവും അവസാനത്തെ പോർഷനിലാണ് ഈ പാട്ട് പാടുന്നത്. അപ്പൊ ഇപ്പൊ ഈ വിവാദമായ സാഹചര്യത്തിൽ ഇപ്പൊ നിങ്ങളെ ഉത്സവ കമ്മിറ്റിക്കാരൊക്കെ എന്താ പറയുന്നത്? കുഴപ്പമില്ല, നമുക്ക് തുടരാം. ഈ നാടിനെയോ ഈ നാടിന്റെ മറ്റു ആൾക്കാരെയോ മറ്റ് സകലമായ രാഷ്ട്രീയ വ്യത്യാസം ഇല്ല, അതിനെ ബാധിക്കുന്ന വിഷയമല്ലത്. ഇത് നിങ്ങൾ ചുമ്മാ കുറെ ചാനലുകാര് മറ്റു ആൾക്കാരും ചർച്ച ചെയ്ത് ചുമ്മാ കിട്ടണമല്ലോ. അല്ല അങ്ങനെയല്ല വിശാലെ, ഇത് ചാനലുകാർക്ക് ഇപ്പൊ നിങ്ങൾ അവിടെ പാട്ട് പാടിയാലും ന്യൂസ് 18 രാവിലെ തൊട്ട് അതിന്റെ പറയുണ്ട്. ന്യൂസ് 18 അല്ല, പ്രതിപക്ഷ നേതാവ് ഒരു പ്രതികരണം നൽകി നമ്മൾ പ്രതിപക്ഷ നേതാവിന് വേറെ പണിയൊന്നുമില്ല. അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂല. അങ്ങനെ പറയാം. നമ്മളിപ്പോ ഒരു വാർത്താ ചാനലിന് പ്രതിപക്ഷ നേതാവ് പ്രധാനപ്പെട്ട ഗ്രൂപ്പ് KPCCയുടെ CRMLA നേതൃത്വം നാടക ഗ്രൂപ്പ് സാഹിത്യ ചെയ്തിട്ട് നാടകം ഇന്നലെ ഉണ്ടായിരുന്നു. അല്ലാതെ ഇതിപ്പോ എന്താന്ന് വെച്ചാൽ ആ നാളെ ഞാൻ കണ്ടില്ല. ഞാൻ നാടകത്തിൽ കോൺഗ്രസ് അനുകൂല കണ്ടന്റ് ഉണ്ടോ എന്ന് ഒരാരും പരിശോധിച്ചില്ല. അല്ല ഇതില് വിശാലിനോട് എനിക്ക് ബാക്കിയല്ല ഞാൻ യോജിക്കും. പക്ഷെ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുള്ളത് ന്യൂസ് 18 രാവിലെ തൊട്ട് ഈ ഒരു ഇല്ലാത്ത ഈ വിഷയത്തിന്റെ പുറകെ നടക്കുകയാണ്. ഇല്ലാത്ത വിഷയമല്ലേ ഇത്? രാജ്യത്തെ നമ്മുടെ നാടിനെയോ നമ്മുടെ നാടിന്റെ ആർക്കും ഒരു പ്രശ്നമുള്ള പ്രയാസമല്ല. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ ന്യൂസ് 18 ഇത് പിറകെ നടക്കുന്നത്. ഇത് എന്താണ് എന്ന് യഥാർത്ഥ വസ്തുത ജനങ്ങൾക്ക് മനസ്സിലാക്കാനാണ്. നിങ്ങൾ കൊടുക്കുന്ന അല്ല വസ്തുതയാണ്. ഇപ്പൊ വിശാൽ പറഞ്ഞത്, വിശാലിന്റെ
പ്രതികരണമല്ലേ? കഴിഞ്ഞ പോലെ നടന്നല്ലോ അവിടെ. അന്ന് ഈ അത് പറയണ്ടേ? ഒരാൾ വന്ന് പറയുമ്പോഴാണല്ലോ. അല്ല, ഞങ്ങൾ അറിഞ്ഞില്ല. ഇതിപ്പോ പ്രതിപക്ഷ നേതാവ് പറയുന്നു, മറ്റാളുകൾ അറിഞ്ഞ കാര്യം. വരുന്ന പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട്, വരുന്ന നിയമസഭ ഇലക്ഷൻ വരുന്നുണ്ട്. അപ്പോ ഭൂരിപക്ഷ സമുദായത്തിനിടയിൽ ഒരു പീഡനം ഉണ്ടാക്കി ഇടതുപക്ഷത്തിന് കിട്ടുന്ന കുറച്ച് ആനുകൂല്യമായ സംഭവമൊക്കെ മാറ്റിയെടുക്കാന്നുള്ള വിചാരമാണ് നിങ്ങളെ ഭരിക്കുന്നത്. വിശാലിനോട് ഒരു കാര്യം പറയട്ടെ. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, CPM ഇന്ന് ചെങ്കൊടിക്ക് പകരം ഒരു റെയിൽവേ സ്റ്റേഷൻ പോലും ചെങ്കൊടി പിടിക്കാൻ ഇല്ലാത്ത സ്ഥലങ്ങളിലുള്ള ചാനലാണ് ന്യൂസ് 18. അപ്പൊ ഞങ്ങൾക്ക് ദേശീയപരമായി ഒറ്റ നിലപാടേ ഉള്ളൂ. അല്ലാതെ ഞങ്ങളിപ്പോ CPM-നെ കുറിച്ച് കളയാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ കാര്യം പറയുന്നുള്ളൂ. ഞാൻ അവിടുത്തെ കാര്യം തന്നെ, അത് ആളുകൾക്ക് പറയണ്ടേ, എന്നാലല്ലേ അത് അറിയുള്ളൂ. അല്ലാതെ ഒരു സംസ്ഥാനത്തിന്റെ അല്ല, വിശാല് പറയുന്ന മുഴുവൻ ഞാൻ കേട്ടല്ലോ. വിശാലും കൂടി കേൾക്കും. ഞാൻ പറയുന്ന അതല്ലേ, ഒരു നാടിന്റെ പ്രതിപക്ഷ നേതാവ് വന്ന് ഈ വിഷയം പറയുന്നു, മറ്റു പല സാംസ്കാരിക നായകന്മാരും നേതാക്കളും ഈ വിഷയം പറയുന്നു. അപ്പൊ സ്വാഭാവികമായും പാലക്കാടുള്ള അരവിന്ദാക്ഷൻ നായരും കാഞ്ഞിരത്തിപ്പള്ളിയുടെ സുഖം കൂടെയാണ് ഞാൻ അഭിപ്രായം പറയുന്നത്. അല്ല, നിങ്ങളും അഭിപ്രായം പറഞ്ഞില്ലേ? നിങ്ങളും അഭിപ്രായം പറഞ്ഞില്ലേ? നിങ്ങൾക്കല്ലേ മാക്സിമം സമയം തന്നത്. നിങ്ങൾ ഇതാരും ചർച്ച ചെയ്ത് എന്ന് പറയുന്നില്ല. നമ്മളെ അമ്പല കമ്മിറ്റിയിൽ ഇരിക്കുന്ന ആരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നതിന് 30% കൂടുതൽ മുസ്ലിം. അത് ജനത്തിന് അറിയണ്ടേ? അത് വിശാല് പറയുമ്പോഴല്ലേ അറിയുന്നത്. അതല്ല, അത് ചോദിച്ചാലല്ലേ മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ഈ തെറ്റിദ്ധാരണ കേരളത്തിൽ അല്ല, വിശാലുള്ള വിശാൽ ഒരു മിനിറ്റ് കേൾക്ക്. നിങ്ങൾ ഡെസ്കിൽ കാണുമല്ലോ കടക്കുള്ള ആള്, നിങ്ങൾ ഡെസ്കിൽ കാണും. ഞങ്ങളുടെ ഡെസ്കിൽ കടക്കലുള്ള ആളുണ്ടാവും. ഇപ്പൊ വിശാലിനേക്കാൾ നിങ്ങൾക്ക് തിരക്കിയല്ലേ? ആ തിരക്കുന്നതാണ് ഇപ്പൊ വിശാലിന് ഈ അവസരം കിട്ടുന്നത്. ആ തിരക്കുന്നതാണ് ഈ അവസരം താങ്കൾ കിട്ടുന്നത്. അത് തിരക്കല്ല, അങ്ങനെയല്ല. വിശാല് അങ്ങോട്ട് പറയുന്നത് കേൾക്കാതിരുന്നാൽ പിന്നെ വിശാലിന് എങ്ങനെ ഈ കാര്യം മനസ്സിലാവും? ഞാൻ പറയുന്നു കൂടി കേൾക്ക്. ഇത്ര അസഹിഷ്ണുത എന്താണ്? വിശാലൊരു ഇടതുപക്ഷ പ്രവർത്തകനല്ലേ? അപ്പൊ കുറച്ചൊരു സഹിഷ്ണുത വേണ്ടേ? മറ്റാൾ എന്താ പറയുന്നതെന്ന് എന്നിട്ടല്ലേ നമുക്ക് തർക്കിക്കുന്നത്. ഒരു വാർത്തയാകുമ്പോൾ എങ്ങനെയാണ് ഇപ്പൊ മുഖ്യമന്ത്രി പറയട്ടെ, ഞാൻ പറയട്ടെ, വിശാലിന് വേറെ ആരെയും സംസാരിക്കാൻ ഞാൻ ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ. വിശാൽ ഒരു മിനിറ്റ് കേൾക്കൂ. ഒരു മിനിറ്റ് പോലും ഇത് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന താങ്കളുടെ ഈ അസഹിഷ്ണുത അതേ ഉത്സവപ്പറമ്പിൽ പ്രകടമായിട്ടുണ്ടെന്ന് സംശയം ജനങ്ങൾക്ക് വരും. അതുകൊണ്ട് ഒരു മിനിറ്റ് കേൾക്കുന്നത്. ഞാനൊരു ചോദ്യം ചോദിക്കുന്നതിന് ഒരു മിനിറ്റ് കേൾക്കുന്നതിന് എന്താണ് ഇത്ര പ്രയാസം? വിശാൽ ഇത്ര വിഷമം വരാൻ എന്താണ് കാരണം? നിങ്ങളുടെ നാടിനെ കുറിച്ച്, നമ്മുടെ നിങ്ങളുടെ നാട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ഞങ്ങളുടെയും കൂടി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ തന്നെയല്ലേ? അപ്പൊ നമ്മൾ ഒരു നാട്ടുകാർ തന്നെയാണ്. അപ്പൊ അല്ല, അതിന് ഞങ്ങളുടെ നാട്ടിൽ വേറെ നിയമം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ എനിക്ക് പുറത്തൊന്നുമല്ലല്ലോ. അല്ല, ഞാൻ ഒരു ശ്രമവുമില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം വിശാൽ പറയും. ഞാൻ പറയുന്ന ഒരു നിമിഷം അങ്ങോട്ട് കേൾക്കാൻ കഴിയാത്ത ഈ അസഹിഷ്ണുതയാണ് നിങ്ങൾ അവിടെ കാണിച്ചതെന്ന് ഈ നാട് നിങ്ങളെ കുറ്റപ്പെടുത്തും. അത് മനസ്സിലാക്കൂ. നിങ്ങൾ പറയുന്ന മുഴുവൻ ഞാൻ കേട്ടില്ലേ? അപ്പൊ മറ്റൊരാൾ പറയുന്നത് കൂടി നിങ്ങൾ കേൾക്കണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയട്ടെ. ഞാനൊരു കാര്യം പറയണം. മുഖ്യമന്ത്രി അല്ല, ഒരു മിനിറ്റ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്കെതിരെ ഒരു വിമർശനം ഉന്നയിച്ചാൽ അത് മുഖ്യമന്ത്രി പറഞ്ഞു എന്ന തരത്തിൽ ആ വാർത്ത കൊടുക്കും. അല്ലാതെ മുഖ്യമന്ത്രിയെ പോയി പ്രധാനമന്ത്രിയെ കണ്ട് അന്വേഷിച്ച ശേഷം അല്ല, അത് അങ്ങനെയാണ്. അപ്പൊ പ്രതിപക്ഷ നേതാവ് ഈ നാടിന്റെ ഒരു പ്രധാനപ്പെട്ട ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് വാർത്തയാകുന്നത്. അത് കോമൺ സെൻസ് ഉള്ള പത്രം വായിക്കുന്ന ആർക്കും അറിയാം അത് പ്രധാനപ്പെട്ടതല്ലെങ്കിൽ. നിങ്ങൾ എന്തിനാണ് പ്രതിപക്ഷ നേതാവിന് പലപ്പോഴും മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും മറുപടി കൊടുക്കുന്നത്? ഒരാശാകൃഷ്ണയുടെ അങ്ങേ തല കാണിക്കുക. ഇതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട. എനിക്ക് നിങ്ങളുമായി യാതൊരു പ്രശ്നമില്ല. പക്ഷെ അങ്ങോട്ട് പറയുന്ന ഒരു കാര്യം കേൾക്കാൻ കഴിയാത്ത ഈ മാനസികാവസ്ഥ അവിടുത്തെ ജനങ്ങൾ ഇതാണ് എന്നിട്ട് പറയും ഞങ്ങൾ ജനങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചു എന്ന്. ആ ജനങ്ങൾ അങ്ങനെ തീരുമാനിച്ചെങ്കിൽ അത് സന്തോഷം, ഞങ്ങൾക്ക് അതിൽ എതിർപ്പില്ല. പക്ഷെ ഈ നാട്ടിൽ വേറെ ആളുകൾ ഇതിനോട് വിയോജിപ്പ് കാണിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പല ആളുകൾക്കും താല്പര്യമുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. പല സ്ഥലങ്ങളിൽ പുറത്തുനിന്നുള്ള ഇടപെടൽ കൊണ്ട് പല ഘട്ടത്തിൽ മാറി തിരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ആര് പറഞ്ഞതും കേൾക്കില്ല എന്ന് പറയുന്ന ഈ ധാർഷ്ട്യത്തിന് ഒരു കാരണവശാലും അംഗീകാരം കിട്ടുമെന്ന് നോക്കും. നിങ്ങൾ അവിടെ പരിപാടി നിങ്ങൾക്കില്ലാത്തടത്ത് പറയും നിങ്ങളാണോ നാടിന്റെ പ്രതിനിധി എന്ന് പറയുന്നത്? മറ്റാളുകൾക്ക് ഈ നാടിന്റെ പ്രതിപക്ഷ നേതാവിന് ഈ നാട്ടിലൊന്നും ഒരു റോളും ഇല്ലേ? ഈ നാട്ടിൽ ഈ നാടിന്റെ പ്രതിപക്ഷ നേതാവിന് ഒരു റോളും ഇല്ലേ? ഈ നാടിന്റെ MLA-മാർക്ക് ഈ നാട്ടിൽ ഒരു റോളില്ലേ? ഈ നാടിന് നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന കാര്യത്തിന് മാത്രമാണോ നിങ്ങൾ മറുപടി പറയുന്നത്? നിങ്ങൾ തിരുവനന്തപുരത്ത് നടക്കുന്ന കാര്യത്തിൽ നിങ്ങൾ അഭിപ്രായം പറയാറില്ലേ? നിങ്ങൾ ഡൽഹിയിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് അഭിപ്രായം പറയാറില്ലേ? നിങ്ങൾ ഉത്തർപ്രദേശിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് CPM
രാഷ്ട്രീയം അഭിപ്രായം പറയാറില്ലേ? നിങ്ങൾ മഹാരാഷ്ട്രയിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് അഭിപ്രായം പറയാറില്ലേ? നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ കാര്യത്തിന് മാത്രമേ അഭിപ്രായം പറയാറുള്ളൂ. അപ്പൊ ഞങ്ങളൊക്കെ എതിർത്താരും മിണ്ടരുത് എന്ന ആ ധാർഷ്ട്യമാണ് ഇവിടെ താങ്കൾ പ്രകടമാക്കുന്നത്. അത് നിങ്ങളെ പോലെ ഒരു ഇടതുപക്ഷ പ്രവർത്തകന് ചേർന്നതല്ല എന്ന് എത്ര ഉറക്കെ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കാരോട് തന്നെ ചെന്ന് ചോദിച്ചു നോക്ക്. നമ്മളിങ്ങനെ ഒരാൾ വിമർശനം ഉന്നയിക്കുമ്പോൾ അത് മുഴുവൻ കേട്ടിട്ട് മറുപടി പറയണോ, അതോ എനിക്ക് തോന്നുന്നതാണ് ഏറ്റവും അന്തിമമായ നിലപാട് എന്ന് തീരുമാനിക്കണമെന്ന് ആദ്യം നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ തീരുമാനിക്കും. എന്നിട്ട് ഞാൻ പറയുന്നതൊന്നും കേൾക്കാത്ത നിങ്ങൾക്ക് ഇത്രയും ധാർഷ്ട്യം എന്തിന്? മറ്റാളുകൾക്ക് ഈ നാട്ടിൽ ഒരു അഭിപ്രായം പറഞ്ഞൂടെ? നിങ്ങൾ ഉത്തർപ്രദേശിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അപ്പൊ ഈ നാട്ടിലെ ആളുകൾക്ക് ഒരു അഭിപ്രായം പറഞ്ഞൂടെ? ഒട്ടനവധി സ്ഥലങ്ങളെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം പറയുന്നുണ്ടല്ലോ, കർണാടകയിൽ ആളുകൾ നടത്തുന്ന പരിപാടികളെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ നാട്ടുകാർക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ വെറുതെ ഇരിക്കുമോ? അത് നിങ്ങൾ ഇരിക്കാറുണ്ടോ? പിന്നെ ഞങ്ങളെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല, നിങ്ങളാ ചോദ്യം ചെയ്യാൻ പാടില്ലാത്തത്. നിങ്ങൾ ആരാണ് ഇവിടുത്തെ ഈ നാട്ടിലെ പ്രതിപക്ഷ നേതാവിന് ആ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞൂടെ? നിങ്ങളെ അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്ത് നിയമം കോടതിക്കൊന്നും ഒന്നും ചോദിക്കാനില്ല എന്ന് ധരിക്കാൻ നിങ്ങൾ ആരാണ്? അത്ര വലിയ ഏകാധിപത്യ ചക്രവർത്തിമാരുടെ നാടാണോ അത്? എല്ലാ നാട്ടിലെ കാര്യങ്ങളെ കുറിച്ച് എല്ലാവർക്കും അഭിപ്രായം പറയാൻ ന്യൂസ് 18 അങ്ങനെ എന്തോ CPM തകർക്കാൻ വേണ്ടി കണ്ടുപിടിച്ചൊരു സംവിധാനമാണെന്നുള്ള ഒരു ധാരണയും കൊണ്ടുവരാം. നിങ്ങളുടെ ഈ ചുവന്ന കൊടി ഒരു റെയിൽവേ സ്റ്റേഷൻ പോലും ഇല്ലാത്തടത്ത് ഞങ്ങളുടെ ഈ ചാനലുണ്ട്. അല്ലാതെ ന്യൂസ് 18 CPM അങ്ങ് തകർത്ത് കളയാമെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ ഒരു സംവിധാനമല്ല. പിന്നെ വിമർശനങ്ങൾ വരുമ്പോ അത് ഉൾക്കൊള്ളാനും കൂടി പഠിക്കുക. അതാണ് യഥാർത്ഥ ഇടതുപക്ഷം. ഓക്കെ, ശരി. ദിനു നെന്മാറയിൽ നിന്ന് നമുക്കിപ്പോ ചേരുന്നുണ്ട്. ശരി, ഇതിനേക്കാൾ നന്നാവും. താങ്കൾ എല്ലാ ദിവസവും വരണം. ഇതിനേക്കാൾ നന്നാണ്. ഇത് കുറച്ച് കുറഞ്ഞു പോയിരുന്നുള്ളൂ. ആ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ അഭിപ്രായം പറയുന്നത് നിങ്ങൾക്ക് മാത്രം ലോകത്ത് എല്ലാ കാര്യത്തെ കുറിച്ച് അഭിപ്രായം പറയാം. ഞങ്ങൾ മിണ്ടരുതെന്ന് പറയുന്നത് പിന്നെ ഞങ്ങൾ ഏത് നാട്ടിലെ വാർത്ത കൊടുക്കണം? ദിനു എന്നൊരു പ്രേക്ഷകൻ നെന്മാറയിൽ നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. ശ്രീ ദിനു എന്ത് കരുതുന്നു? ഈ ക്ഷേത്രാങ്കണങ്ങളിൽ ഉത്സവത്തിനിടയിൽ ഒരു നാട് അവരൊരു പാട്ട് കേൾക്കാൻ ആഗ്രഹിച്ചു, അതിലെന്ത് തെറ്റ് എന്ന ചോദ്യമാണ് വരുന്നത്. തെറ്റൊന്നുമില്ല സാർ, നല്ല തന്നെയാണ്. പക്ഷെ നമ്മള് ഈ വൈക്കം സത്യാഗ്രഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്നത്തെ വിപ്ലവ നേതാക്കൾ വേണ്ടി വന്നു. ഇന്ന് പക്ഷെ ഇത്തിരി ഈ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ആരെങ്കിലും എന്ത് ചെയ്യുമ്പോഴേക്കും സാർ ഇങ്ങനെ വിവാദമാക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരും ഞാൻ വിവാദമാക്കിയില്ലെന്ന് ഞാൻ ചോദിക്കുന്നത്, അവർ ചോദിക്കുന്നത് ഇത് ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് നല്ല കാര്യമാണെന്ന് നിങ്ങൾ പറയുമ്പോൾ ഈ നല്ല കാര്യം എന്ന നിലയിൽ ഇത് ചർച്ചയ്ക്ക് വന്നൂടെ? ശരിയാണ് സാർ, പക്ഷേ ഈ RSS BJP എന്തും ചെയ്യും. അത് ചെയ്തോട്ടെ, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതും നമ്മൾ ചർച്ച ചെയ്യും. അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് അധികം ചർച്ച ചെയ്യില്ല സാർ. ആരാ പറഞ്ഞു? ഏത് വിഷയമാണ് ചർച്ച ചെയ്തത്? കൂടുതലും അതിന്റെ ഒന്നും നമ്മൾ ചർച്ച ചെയ്യും. എന്റെ പൊന്നു ദിനു, അതെ ദിനുവിനോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ ന്യൂസ് 18 എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ മാത്രം നിൽക്കുന്ന ഒരു ചാനലല്ല. ന്യൂസ് 18 തമിഴ്നാടുണ്ട്, ഉത്തർപ്രദേശ് ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ജാർഖണ്ഡ് ഉണ്ട്, ഹരിയാന, ലഡാക്ക് ഉണ്ട്, ന്യൂസ് 18 ആസാം ഉണ്ട്, നോർത്ത് ഈസ്റ്റ് ഉണ്ട്. ഇവരെല്ലാം CPM തകർക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്ന എന്തോ വലിയ സംവിധാനമാണെന്നാണോ താങ്കൾ ധരിച്ചിരിക്കുന്നത്? എനിക്കിത് മനസ്സിലാവും. ഇത് പണ്ട് ഈ CIA CPM തകർക്കാൻ വന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ ഈ ചാനലുകൾ മുഴുവൻ ഞങ്ങൾ ഈ രാജ്യത്തുള്ള ഞങ്ങളുടെ 40-ലധികം ചാനലുകൾ വരുന്ന വലിയ ശൃംഖല ഈ CPM ഇങ്ങനെ ലക്ഷ്യം വെച്ച് നടക്കാറെന്ന് പറഞ്ഞാൽ പിന്നെ അതിന് ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത്? ദീപു വരട്ടെ. ദീപു നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹത്തിനോടൊന്നും എനിക്ക് വിയോജിപ്പൊന്നുമില്ല. ശരി, യെസ്, താങ്ക് യു സോ മച്ച്. ഹരിദാസ് വന്നിരിക്കുന്നത് വർക്കലയിൽ നിന്നാണ്. ശ്രീ ഹരിദാസ്. ഹലോ. യെസ്, ഞാൻ നിങ്ങളുടെ പ്രോഗ്രാം കണ്ടു, സന്തോഷം. അതെ, ഇത് ഈ പരിപാടി എന്ന് വെച്ചാൽ ഇതൊക്കെ വെറും ഈ പാർട്ടി സമ്മേളനങ്ങൾ നടത്തുന്ന പോലെ ഈ ക്ഷേത്ര മൈതാനങ്ങൾ ഉപയോഗിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ സാറേ? ഇതൊക്കെ പൊതുവേദിയിലും അവര് പൊതു മൈതാനത്തും അല്ലെങ്കിൽ പാർട്ടി ഇവര് റോഡ് കയ്യേറിയൊക്കെ ഒരു പരിപാടികൾ നടത്തുക. ഈ ക്ഷേത്ര മൈതാനങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നാണ് താങ്കളുടെ അഭിപ്രായം? പിന്നെ ഇത് വെറും ശുദ്ധ പോക്രിത്തരം. ഇത് ക്ഷേത്ര മൈതാനങ്ങൾ എന്ന് വെച്ചാൽ പൊതുവെ ഇപ്പൊ കേരളത്തിലെ ക്ഷേത്രങ്ങളിലെല്ലാം CPM കൈയടക്കിയിരിക്കുകയാണ്. പാർട്ടി പരിപാടികളിൽ അവരെ കമ്മിറ്റിയിൽ ഇടിച്ചു കയറി അവര് പരമാവധി അവരെ പാർട്ടി പരിപാടികൾ നടത്താനായിട്ടുള്ള ഒരു വേദിയാക്കി മാറ്റിയിരിക്കുക. അപ്പൊ ഈ പരിപാടിയൊന്നും ശരിയല്ല, ഇതൊന്നും ശരിയായ ഏർപ്പാടല്ല. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. RSSന്റെ ഗണഗീതങ്ങൾ ബാൻഡ് വാദ്യങ്ങളോടുകൂടി പാടുന്നു, ഇതിൽ മാത്രം എന്താണ് കുറ്റം ഉള്ളത് എന്ന് ചോദിക്കുന്നു VP മുരളി. ഓക്കെ, യൂട്യൂബിൽ ഷാജി പ്രകാരനും പൊതുവേദിയിൽ ദീപവും മറ്റുള്ളവരെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അത് പോട്ടെ, അങ്ങനെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ജയകുമാർ നമുക്കൊപ്പം ചേർന്നിട്ട് നമസ്കാരം. ഞാനാണ് സാറിനോട് ചോദിച്ചത് മഞ്ചേരി മുഹമ്മദ് വിളിക്കുന്നില്ലേ എന്ന്. അതെ, ഞാനത് ഓർക്കുന്നു. ശ്രീ മഞ്ചേരി മുഹമ്മദിനെ
കാണാത്ത കാര്യം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ശ്രീ ജയകുമാർ അത് അന്വേഷിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഞാനത് മഞ്ചേരി മുഹമ്മദിനോട് പറഞ്ഞു താങ്കളെ കാണാതെ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു അപകടം പറ്റിയതാണെന്ന് അത് പറഞ്ഞു. ആരോ റീൽസ് എടുക്കുന്നതിൻ്റെ ഭാഗമായി വാഹനം അലക്ഷ്യമായി ഓടിച്ച് ആ പാവത്തിനെ ഇടിച്ചതാണ്. ഈ റീൽസ് എടുക്കുന്നവരൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം എന്നാണ് പൊതുവേദിക്ക് പറയാനുള്ളത്. പൊതുവേദി പ്രേക്ഷകരെ മാത്രമല്ല ആരെയും ഇടിക്കരുതെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കലാസൃഷ്ടിയെ അങ്ങനെ മാത്രം കണ്ടാൽ പോരാ, പുഷ്പനെ അറിയാമോ മാത്രമല്ലല്ലോ, പരമപവിത്രമായ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെയും പാടുന്നുണ്ടല്ലോ ക്ഷേത്രങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഇത് കൊള്ളാം. ഓക്കെ, ഒരു RSS പ്രവർത്തകനാണ് സ്റ്റീഫൻ റൊണാൾഡ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, സന്തോഷ് ഭാർഗവൻ പറയുന്നു ബംഗാൾ ഇവിടെ ആവർത്തിക്കുമെന്ന്. ഓക്കെ, ഗോളാന്തരം പറയുന്നു ഓക്കെ, നമ്മുടെ സ്പോർട്സ് ഗുരുവിനെയും പോത്തൻകോടുള്ള ഉണ്ണികൃഷ്ണനെയും കാണാനില്ല എന്ന്. സ്പോർട്സ് ഗുരു എന്ന് എന്താണാവോ നമുക്കൊപ്പം ചേർന്നിട്ടില്ല. ഉണ്ണികൃഷ്ണൻ വരേണ്ട സമയമായി, അദ്ദേഹം വിളിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മോഹൻ എസ് പറയുന്നു ആങ്ങളെ മരിച്ചാലും വേണ്ടില്ല, നാത്തുവിൻ്റെ കണ്ണീർ കണ്ടാൽ മതി, അങ്ങനെയും ചിലർ എന്ന് പറയുന്നു. വിശാൽ ഏതൊക്കെയായാലും എന്നോട് കുറേ ബഹളം വെച്ചെങ്കിലും വിശാൽ സൂപ്പറാണ് എന്ന അഭിപ്രായം VP മുരളിക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം സൂപ്പറാണ്, എനിക്ക് അദ്ദേഹത്തിൻ്റെ നിലപാടൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ മറ്റാരും സംസാരിക്കരുതെന്നുള്ള ആ നിലപാട് അതൊരു ശരിയായ നിലപാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കിയെല്ലാം അദ്ദേഹം പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുകളൊന്നും ഇല്ല. ആദ്യം സ്വന്തം പേര് പറയാനുള്ള ധൈര്യം ഇല്ലാത്തവർ വിളിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഷാജി ഭാസ്കറാണ് അത് പറയുന്നത്. ഓക്കെ, ഷാജി അവിടെയുണ്ട്. അമ്പലത്തിൽ ചെയ്തത് തെറ്റ്, ന്യൂസ് 18 അഭിനന്ദനങ്ങൾ, ചർച്ച ഏറ്റെടുത്തതിനെന്ന് പ്രദീപ് കുമാർ എനിക്ക് എന്നോട് പറയുന്നു. സാറേ അയാളെ പറഞ്ഞുവിട്, അയാൾ വെറും ക്യാപ്സ്യൂളാണെന്നല്ല. അങ്ങനെയല്ല, അയാൾ ആ നാട്ടിലുകാരനാണ്, ഉത്സവ കമ്മിറ്റിയിലുള്ള ആളാണ്. അപ്പോൾ അയാളും പറയട്ടെ. മിനി ടീച്ചർ മാവേലിക്കരയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ മിനി ടീച്ചർ, ഒരു പൊരിഞ്ഞ പോരാട്ടം നടക്കുകയായിരുന്നു. ഏതായാലും ടീച്ചർ വന്ന കൊണ്ട് ഈ വിഷയത്തിൽ ഒരു അധ്യാപിക എന്ന നിലയിൽ ടീച്ചർ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഗുഡ് ഈവനിങ് സാറേ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ടീച്ചറെ TV-യിൽ ശ്രദ്ധിക്കുമ്പോൾ അത് ഡിലേ വരും, എന്നോട് നേരെ സംസാരിക്കും. ഈ ക്ഷേത്രോത്സവങ്ങളുടെ ഭാഗമായി വിപ്ലവ ഗാനങ്ങൾ പാടിയത് വിവാദമാക്കേണ്ട ഒരു കാര്യമാണോ അല്ലയോ? എന്താണ് ടീച്ചറുടെ അഭിപ്രായം? ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ വിശ്വാസത്തിന്റെ ഒരു ഭാഗമല്ലേ, അവിടെ നമ്മൾ പൊളിറ്റിക്സിനെ മിക്സ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാം. എല്ലാം എന്താ പറയാ, രാഷ്ട്രീയക്കാരും എല്ലാരും ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ്. അവിടെ നമ്മൾ വിശ്വാസത്തിന് മാത്രം പ്രാധാന്യം കൊടുത്താൽ മതിയല്ലോ. അത് പൊളിറ്റിക്സ് അവിടെയും കൂടെ മിക്സ് ചെയ്യേണ്ട കാര്യമുണ്ടോ സാറേ? അപ്പോൾ അവിടെ ഭക്തി ഗാനങ്ങൾ കൂടുതൽ കേൾക്കണം എന്നാണ് ടീച്ചർ ആഗ്രഹിക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ പൊതുഗാനങ്ങൾ? നമുക്ക് ഈ ഏതെങ്കിലും ഒരു ഗാനം പാടുമ്പോൾ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുമ്പോഴാണല്ലോ ഈ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്നത്. ഈ നിലവിൽ ഒരു പാർട്ടി അല്ലല്ലോ സാറേ, ഇഷ്ടംപോലെ പാർട്ടികളുണ്ട്. അപ്പൊ അവിടെ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സോങ് വരും, മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ട്, അത് പിന്നെ പൊളിറ്റിക്സ് ആയി. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വാസികളെല്ലാം ഒത്തുകൂടുന്ന ഒരു സ്ഥലം. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അല്ലേ, നമ്മള് പലരും പല രാഷ്ട്രീയത്തെ വിശ്വസിക്കുന്നവരാണ്. പക്ഷെ ഈ ഉത്സവങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു വർഷത്തിലുണ്ടാവുന്ന എല്ലാവരും അതിനെ വളരെ കാര്യമായിട്ട് എടുത്ത് നമ്മൾ പോകുന്ന ഒരു സ്ഥലം. അപ്പൊ അവിടെ രാഷ്ട്രീയം വേണ്ട, ഇതൊരു പോട്ടെ എന്നാണ് ടീച്ചർ പറയുന്നത്. ഓക്കെ, യെസ്. ഏതായാലും ടീച്ചർക്ക് എൻ്റെ ആശംസകളൊപ്പം നമ്മുടെ ടീച്ചറെ കുട്ടികൾ പൊതുവേദി കാണുന്നുവെന്ന് എനിക്കറിയാം. അവരോടൊക്കെ ഞാൻ ആശംസകൾ പറയാൻ ടീച്ചറും അത് അവരെ അറിയിക്കുകയും വേണം. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ കൃഷ്ണൻകുട്ടി മണിമണയിൽ നിന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്, പൊതുവേദിയുടെ ഒരു കരുത്താണ് ശ്രീ കൃഷ്ണൻകുട്ടി. ശ്രീ കൃഷ്ണൻകുട്ടി, ഒരു നാട് ഇങ്ങനെ ആവശ്യപ്പെടുകയാണ് ഒരു പാട്ടിനിടയിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു പാട്ട് കേൾക്കണമെന്ന്. അപ്പോൾ അതൊരു ഉത്സവമായതുകൊണ്ട് അത് പാടാൻ കഴിയില്ല എന്ന് പറയേണ്ട സാഹചര്യമില്ല എന്നവർ പറയുന്നു. അപ്പോൾ അതിനെ അങ്ങനെ കാണണോ, അതോ അത് ഉത്സവങ്ങളും അതുപോലെ ക്ഷേത്രാചാരങ്ങളും കയ്യേറാൻ ഇടതുപക്ഷം നടത്തുന്ന ഒരു സംഘടിത ആസൂത്രിത നീക്കമാണെന്ന വിമർശനത്തിന് നമ്മൾ പിന്തുണ കൊടുക്കണോ? കൃഷ്ണൻകുട്ടി എന്ത് ധരിക്കുന്നു? ഞാനുള്ളത് കോട്ടയം ജില്ലയിലെ മണിമല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 1975 തിരുവനന്തപുരത്ത് ഞാൻ ഒരു ഗാനമേള കേട്ടു. അത് കൈതമുക്ക് എന്ന് പറയുന്ന സ്ഥലമുണ്ട് തിരുവനന്തപുരം. അതിന്റെ അടുത്ത് ഒരു അമ്പലത്തിലായിരുന്നു ഗാനമേള. മാധുരിയുടെ ഗാനമേളയായിരുന്നു. ആ ഗാനമേളയില് ഓൾ ഇന്ത്യ റേഡിയോ നിരോധിച്ച ഒരു പാട്ട് പാടിയവര്. പാട്ടേതെന്നറിയാവോ? പാട്ടറിയില്ല. ഇതിനകത്ത് ഏണിപ്പടികൾ സിനിമയ്ക്കകത്ത് ആണ് അത്. ഇരിയമെന്നും എഴുതിയ പാട്ട് അതിനകത്ത് ചേർത്തതാ. പ്രാണനാഥൻ എനിക്ക് നൽകിയ. ഇതുണ്ടോ പാട്ട്? ഇല്ല, ഞാനിപ്പോ അന്ന് വളരെ ചെറിയ കുട്ടിയായിരിക്കും, വളരെ നോക്കണേ. അത് മുഴുവൻ ഇതാണ്, ലൈംഗിക കാര്യങ്ങളാണ്. അത് ശരി. ഓഹോ. മാതിരിയായിട്ട് പാടിയിട്ട് അവർക്ക് ഒരു പ്രശ്നവും ഉണ്ടായില്ല. അത് ശരി. അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരം ഒന്ന് എടുത്തു നോക്കൂ. വർഷങ്ങൾക്ക് മുമ്പ് നിർമാല്യം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. ഇല്ല, കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടുണ്ട് ഞാൻ, MT സാറിന്റെ. അതെല്ലാം കേരളം രണ്ട് കൈയും കൊണ്ട് നീട്ടി വാങ്ങിച്ച സിനിമയാണ്.
അതിനകത്ത് ഭക്തിയുള്ളവരും അന്ന് ഇപ്പൊ ഉള്ള കൂടുതൽ ഭക്തർ അന്നുണ്ടായിരുന്നു. ഭക്തരെല്ലാ കാലത്തും എന്നിട്ട് എന്നുള്ള നിലയിൽ ജനം അത് അംഗീകരിച്ചു. കേന്ദ്ര സർക്കാർ അതിന് നല്ല സിനിമയ്ക്കുള്ള അവാർഡ് കൊടുത്തു. ഏറ്റവും നല്ല നടനുള്ള അവാർഡ് ദേവിയുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പുന്നതായിട്ട് അഭിനയിച്ച വി ജി ആന്ണിക്ക് കൊടുത്തു. മലയാള സിനിമയിൽ ആദ്യത്തെ ഭരത് അവാർഡ് വരുന്നത് അങ്ങനെയാണ്. ഇതെല്ലാം അനുവദിച്ചിട്ടുള്ള കേരള സമൂഹത്തിന് ഇപ്പൊ എന്താ പറ്റിയിരിക്കുന്നത്? വീഴുന്നതാണോ ഭക്തി? ഒരു പാട്ട് കേട്ടാൽ അഴിഞ്ഞു വീഴുന്നതാണോ ഭക്തി? ഇപ്പൊ അമ്പലപ്പറമ്പിൽ നടക്കുന്ന അതിനേക്കാൾ കുഴപ്പമുള്ള കാര്യങ്ങളാണെന്നാണ് ഞാൻ പറയണേ. അതായത് അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ബാലകളാണ് കൂടുതൽ നടക്കുന്നത്. അതിൽ നല്ലത് ഇതുപോലുള്ള കലാപരിപാടികൾ പറഞ്ഞാൽ ആ കലയെന്ന് പറയുന്നതിനകത്ത് എന്തെല്ലാം വരും? അതെല്ലാം പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷമാണ് കേരള അമ്പലപ്പറമ്പുകളിൽ ഉണ്ടായിട്ടുള്ളത്. വ്യക്തമാണ് താങ്കൾ. അങ്ങനെ തന്നെയാണ് വേണ്ടതും, അങ്ങനെ തന്നെയാണ് നടന്നു പോകേണ്ടതും. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, വളരെ കൃത്യമാണ്. ശരത് എന്നൊരു പ്രേക്ഷകൻ കടക്കലിൽ നിന്നാണ് ചേരുന്നത്. ഏതായാലും കടക്കലിൽ നമ്മുടെ ഇപ്പോൾ ന്യൂസ് 18 കുറച്ച് പേർ കാണുന്നു. അവരുടെ അഭിപ്രായങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ എന്താണ് പറയുന്നത് എന്നത് വളരെ നിർണായകമാണ്. കാരണം കേരളത്തിൻ്റെ മറ്റു പല ഭാഗത്തുള്ളവർക്ക് ഇതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം കിട്ടാൻ കടക്കലിലുള്ള ആളുകൾ സംസാരിക്കുന്നത് കൂടുതൽ നല്ലതാണെന്ന് ഞാനും കരുതുന്നു. ഏതായാലും ശരത്ത് കടക്കലിൽ ആണ് താമസിക്കുന്നത്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണോ ശരത്തെ? അല്ല, ഞാൻ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളല്ല. ഈ ഉത്സവത്തിന് പോയിരുന്നോ? ഉത്സവത്തിന് പോയിരുന്നു. ഉത്സവം കാണാൻ പോകാറുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? ഗംഭീരമായിരുന്നു. ഗംഭീര പരിപാടിയായിരുന്നു. ഇതില് ഈ വിവാദമാക്കാൻ തക്ക അത്ര വലിയ വിഷയങ്ങൾ അവിടെ ഉണ്ട് എന്ന് ശരത്ത് കരുതുന്നുണ്ടോ? അത്ര യാതൊരു പരിപാടികളും അങ്ങനെ നിങ്ങളെ വിവാദമാക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും ഇവിടെ ഇല്ലായിരുന്നു എന്ന് രാവിലെ നിങ്ങൾ തന്നെ കടയ്ക്കലത്തെ ഈ ക്ഷേത്രം ഇരിക്കുന്ന അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിളിച്ചു. അദ്ദേഹം വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ആ വേദിയിലിരുന്ന ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ പാട്ട് ആവശ്യപ്പെട്ടി അദ്ദേഹം പാടിയതാണ്. പിന്നെയും നിങ്ങൾ ഇത് ചർച്ചയ്ക്ക് ഞങ്ങളല്ല ചർച്ചയ്ക്ക് എടുക്കുന്നത്. ഒന്ന് സഖാവേന്നു ഇത് അല്ല, ഞാൻ സുഹൃത്ത് എന്ന അർത്ഥത്തിൽ ഉദ്ദേശിച്ചാണ്. അതിന് നല്ലൊരു പദമാണ്. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഞങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുന്നതല്ല. ഇത് ഞങ്ങളിപ്പോൾ ഒരു ഉത്സവത്തെ എവിടെയൊക്കെ എത്രയോ തവണ ഉത്സവം നടന്നിരിക്കുന്നു. കഴിഞ്ഞ തവണ അവിടെ ഉത്സവം നടന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ഈ ഞങ്ങൾ ചർച്ചയ്ക്ക് എടുത്തില്ല. പക്ഷേ ഇത്തവണ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഒരു വിമർശനവുമായി വരുന്നു. മറ്റു പലർ ഇതിനെതിരെ അവരുടെ ഫേസ്ബുക്ക് കുറിപ്പുകളുമായി വരുന്നു. അപ്പൊ ഈ കേരള സമൂഹം ഈ വിഷയം ചർച്ച ചെയ്യുന്നത് നല്ലതാണ്. മനസ്സിലായി. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം കണ്ട് നമ്മുടെ മറ്റേ പത്തനാപുരത്തുള്ള മറ്റേ ജ്യോതികുമാർ ചാമക്കല അദ്ദേഹത്തിന്റെ പ്രസ്താവന കണ്ടു. അവരുടെ ഒന്നും സൂക്കേടും ഇതൊന്നും മാറ്റി കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരല്ല ഇവിടെ ഉള്ളൂ. അതുപോലെ ഈ കടയ്ക്കുകാരുടെ സൂക്കേട് അവർക്കും മാറ്റി കൊടുക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് ഇവിടുത്തെ ഉത്സവം എന്ന് പറയുമ്പോഴത്തേക്ക്. അത് അത്തരത്തിൽ തന്നെ വളരെ ഭംഗിയായിട്ട് നടക്കുകയും ചെയ്തു. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും നടക്കും. അടുത്ത വർഷവും അലോഷ്യനെ പോലുള്ളവരെ കൊണ്ടുവരികയും ചെയ്യും. അതിമനോഹരമായി പരിപാടികൾ നടത്തി തന്നെ വിടുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു. ഏതായാലും അതാണ് അവരുടെ നാട്ടുകാരുടെ ഒരു പ്രതികരണം. ഏതായാലും സൂപ്പി വെള്ളമുണ്ട നമുക്കൊപ്പം ചേരുന്നു. സൂപ്പി കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത് സൂപ്പി ഈ നിസ്കാരവും കാര്യങ്ങളുമൊക്കെയായി തിരക്കിലായിരുന്നു. തിരക്കിലല്ല, കുറേ പള്ളിയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുകയായിരുന്നു. ഏതായാലും അത് തുടർന്നു പോകുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തുടർന്നു. ഞാനിപ്പോ പള്ളി ഇറങ്ങിയതേ ഉള്ളൂ. നമസ്കാരം. നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. ഞാനൊരു വലിയ തികഞ്ഞ ഈശ്വര വിശ്വാസിയാണ്. പിന്നെ സൂപ്പി ഒരു തികഞ്ഞ ഈശ്വര വിശ്വാസിയാണ്. അപ്പൊ സൂപ്പി മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഗുണം ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈശ്വര വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ രക്ഷപ്പെടുള്ളൂ. കാരണം അല്ല, ദൈവത്തെ മറന്നുകൊണ്ട് നമ്മൾ നടന്നാലേ നമുക്ക് ഒന്നും ഉണ്ടാവില്ല ലാസ്റ്റ്. അപ്പൊ എന്റെ അഭിപ്രായത്തില് രാഷ്ട്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ വി ഡി സതീശൻ പറഞ്ഞു, ഞാൻ കേട്ടില്ല, ഞാൻ പള്ളിയിലായ ചുരുക്കം ഒന്ന് പറഞ്ഞു തന്നാൽ. അല്ല, അത് ഈ ക്ഷേത്രത്തിൽ ചെന്ന് സിന്ദാബാദ് വിളിക്കേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അത് ക്ഷേത്രത്തിൽ പോയി സിന്ദാബാദ് വിളിക്കേണ്ടത് ഘട്ടങ്ങൾ വന്നാൽ മാത്രമേ വിളിക്കാവൂ. കാരണം അത് ആ ഘട്ടം വന്നിട്ടില്ലെങ്കിൽ അത് വിളിക്കാൻ പാടില്ലല്ലോ. അവിടെ ഒരു ഗാനമേള നടത്തി. ആ ഗാനമേളയുടെ ഭാഗമായി വിപ്ലവ ഗാനങ്ങളൊക്കെ വന്നു. അത് ജനങ്ങൾ ആവശ്യപ്പെട്ട് പാടിയതാണെന്നാണ് അവരുടെ നാട്ടുകാരായ ആളുകൾ നമ്മളോടിപ്പോൾ നേരിട്ട് വിളിച്ചവരൊക്കെ പറയുന്നത്. അപ്പോൾ അവരത് ഒരു സൗഹാർദ്ദത്തോടെ നടത്തുന്നു. അപ്പോൾ അതിനെ വിവാദമാക്കുന്നു വേണ്ടയോ എന്ന ചോദ്യം മറുവശത്ത് വരികയാണ്. അതാണ് ചോദ്യം. അപ്പൊ വിവാദമാക്കേണ്ടി ഇല്ലെന്ന് എന്റെ അഭിപ്രായം. കാരണം അത് അവര് പറഞ്ഞിട്ടാണ് അവരെ മുദ്രാവാക്യം വിളിച്ചതാണെങ്കിൽ ശരി, അല്ലെങ്കിൽ അത് ശക്തമായി എതിർക്കേണ്ടതാണ്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും നിസ്കാരവും അതുപോലെ നോമ്പുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയും. ഈ അജ്മൽ ഖാൻ എന്നോട് പറയുന്നത് ലാസ്റ്റ് സംസാരിച്ച കടക്കലിൽ നിന്ന് വിളിച്ചയാൾ സൂപ്പർ എന്നാണ്. അദ്ദേഹത്തിൻ്റെ നല്ലൊരു രീതിയായിരുന്നു. ഞാനും അത് അംഗീകരിക്കുന്നു. ഓക്കെ, മൊയ്തീൻ കുഞ്ഞ് കായംകുളം
എന്നോട് ഒപ്പം ചേർന്നിട്ടുണ്ട്. മൊയ്തീൻ കുഞ്ഞ്, ശ്രീ മൊയ്തീൻ കുഞ്ഞ്, നമസ്കാരം. ശ്രീ മൊയ്തീൻ കുഞ്ഞിന് എന്ത് തോന്നുന്നു? ഈ ക്ഷേത്ര ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് ഈ രാഷ്ട്രീയ കാര്യങ്ങൾ വരുന്നത് അത് വലിയ വിവാദങ്ങളിലേക്ക് പോകേണ്ടതുണ്ടോ, അതോ അത് നമ്മൾ ശ്രദ്ധിക്കാതെ വിടേണ്ട ഒരു കാര്യമാണോ? മനു, ഒരു വേദിയിലിരിക്കുന്ന ഒരു പാട്ട് കേൾക്കണം എന്ന് പറയുമ്പോൾ ഗായകൻ പാടിയേ അത് നമുക്കത് അംഗീകരിച്ചു കൊടുക്കാം. പക്ഷേ ഈ പാർട്ടിയുടെ കൊടി സ്റ്റേജിലെങ്ങനെ വന്ന് അത് അവർ പറയുന്നത് ഈ പാട്ടുമായി ഇത് പറ്റുമ്പോൾ അതിൻ്റെ CD ആ പാട്ടിന് പറ്റുന്ന തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അവർ തയ്യാറാക്കുമല്ലോ. അപ്പം അങ്ങനെ തയ്യാറാക്കി കൊണ്ടുവന്നപ്പോൾ ആ പാട്ട് പാടിയപ്പോൾ ആ CD പ്ലേ ചെയ്തു. അത് ഇവർക്ക് ബന്ധമില്ല. എന്തായാലും അങ്ങേയറ്റത്തെ മര്യാദകരാണ്. കാരണം ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കുടുംബ ക്ഷേത്രമായി മാറിയിരിക്കും അത്. പിന്നെ അതുപോലെ തന്നെ വിശാഖ കളയ്ക്കലിന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഇവരുടെയൊക്കെ പൊങ്ക് മാറണമെങ്കിൽ ഈ രക്തം പുരണ്ട കൊടിയും മാരകായുധമായിട്ടുള്ള ചിഹ്നങ്ങളും എന്ന് മാറുന്നു അന്നേ ഇവരുടെ പൊങ്ക് മാറുന്നുള്ളൂ. അത് രക്തം പുരണ്ടെന്ന് വെച്ചാൽ അവർ തൊഴിലാളികളുടെ അവരെ ആക്രമിച്ചപ്പോൾ അതിൽ അവർ അങ്ങനെ ചോര കൊടുത്ത് ചുവപ്പിച്ചു എന്നല്ലേ അവർ പറയുന്നത്. അത് തന്നെ. അത് കാണും തോറും ജനങ്ങള് ഭയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ മാരകായുധങ്ങളാണ് ചിഹ്നം. അതുപോലെ രക്തം പുരണ്ട കൊടിയാണ്. മാരകായുധമല്ലെന്ന് ചിഹ്നം മറ്റേ സിക്കിൾ ആൻഡ് ഹാമർ എന്ന് പറഞ്ഞത് പണിയായുധങ്ങളല്ലേ? ഇപ്പൊ എല്ലാം പണിയായുധമാണല്ലോ. മാരകായുധം എന്ന് പറഞ്ഞാൽ എല്ലാം മൊത്തം പണിയായുധങ്ങളാ. പണിയായുധം അല്ലാത്ത ഏതെങ്കിലും ഒരു മാരകായുധം മനുവിന് പറയാവോ? അല്ല, വാളൊക്കെ ഇപ്പൊ ഒരു പണിയായുധമാണോ? അതൊക്കെ മാരകായുധമാണ്. വാളും പണിയായുധമാണ്. ഓക്കെ, ശരി. ഏതായാലും വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ ശ്രീ മൊയ്തീൻ കുഞ്ഞു പറയുന്നതനുസരിച്ച് പാട്ട് ഒരാൾ പാടണം എന്നാവശ്യപ്പെട്ടാൽ അതിൽ തെറ്റില്ല. പക്ഷേ ആ ഘട്ടത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു ഉത്സവത്തിൽ പാർട്ടി പ്രചരണത്തിന് ഉപയോഗിച്ചത് ശരിയാണോ എന്നൊരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു. അതിനെ പിന്താങ്ങുന്നു അജ്മൽ ഖാൻ. അത് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോസാണ് അവിടെ ഒരു അലോസരം സൃഷ്ടിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ഓക്കെ, സന്തോഷം. ഏതായാലും ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ്. പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. യെസ്, എൻ്റെ അടുത്ത പ്രേക്ഷകൻ വരുന്നത് അമ്പലപ്പുഴയിൽ നിന്നാണ്. ശ്രീ രജിത്ത്, ഈ അമ്പലപ്പുഴയും ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്ന ഒരു പേരാണ്. ശ്രീ രജിത്തിന് എന്ത് തോന്നുന്നു ഈ വിവാദം? ആദ്യം തന്നെ പറയാം, ഈ ഇൻകുലാബും ഭക്തിയും രണ്ടും രണ്ടാണ്. ഇൻകുലാബ് മുഴക്കുന്നതും ഭക്തിയും രണ്ട് രസങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് യോജിക്കാൻ കഴിയുന്നില്ല. ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു ചാനൽ ഒരു പ്രോഗ്രാം എടുത്ത് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ വിമർശിക്കാം. അതിന് അസഹിഷ്ണുതയിലൂടെ മുന്നോട്ട് പോകേണ്ട കാര്യവുമില്ല. ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് ഇത്തരത്തിലൊരു സബ്ജക്ട് പൊതുസമൂഹത്തിന് മുന്നിലിട്ടത്. അദ്ദേഹം സ്വാഭാവികമായി അത് ഉയർത്തണമല്ലോ. പിന്നെ ഈ പ്രോഗ്രാം ചെയ്തവരാണ് അക്ഷന്തവ്യമായി തെറ്റ് ചെയ്തത്. അലോക്ഷി അടക്കമുള്ളവര് നിരവധി സ്ഥലങ്ങളിൽ ഗസൽ സന്ധ്യകളൊക്കെ നടത്താറുള്ളവരാണ്. അവർക്കും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം വേണ്ടേ? ഒരു ക്ഷേത്രമാണ്, ആ ക്ഷേത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്. ഞാൻ പറയുന്ന ഈ LED വാള് ഒക്കെ വെച്ച് ആ കൊടിയും ആ ചിഹ്നവും എല്ലാം കാണിച്ചതിലാണ് ഏറ്റവും വലിയ. പിന്നെ പാട്ട് മാത്രമായി പോയിരുന്നെങ്കിൽ ഒരു ആസ്വാദനം എന്നുള്ള നിലയിലൊക്കെ ആൾക്കാര് ആ ചർച്ചയ്ക്ക് വിധേയമാകത്തില്ലായിരുന്നു. അപ്പം ഇതിനകത്ത് ഏറ്റവും ഞാൻ ഒരു പ്രചരണ പരിപാടിയിലേക്കാണ് പോയത്. അത് മാറ്റിയെടുക്കാൻ ദയവ് ചെയ്ത് ഇനിയെങ്കിലും അലോഷിയും സംഘവും ശ്രമിക്കണം എന്നാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. രാജഗോപാൽ എന്നോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്താണ്. ശ്രീ രാജഗോപാൽ. സാറേ, എനിക്ക് മുമ്പേ കൂട്ടി പറയാനുള്ളത്, ഞാൻ ഈ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ വേറൊരാൾ സംസാരിക്കുമ്പോൾ സാറിന്റെ അമിതമായ ഇടപെടലും പക്വമല്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങളും കേൾക്കുന്നുണ്ട്. തുടങ്ങി എന്നെ പറ്റി ഒരു വിമർശനം പറയുമ്പോൾ ഞാൻ അതിന് മറുപടി പറയണ്ടേ? അല്ലെങ്കിൽ ഞാനത് അംഗീകരിച്ചു എന്നല്ലേ? ഞാൻ നിങ്ങളെ പറ്റി ഒരു വിമർശനം പറയുക, എന്നിട്ട് പറയാം അതാ തുടങ്ങി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന് മറുപടി പറയാനുള്ള അവസരം തരണ്ടേ? സാറേ, നമ്മൾ തമ്മിലൊരു സംവാദത്തിൽ ഏർപ്പെടുമ്പോൾ താങ്കൾക്ക് ഹിതമായ രീതിയിൽ ഞാൻ സംസാരിക്കണമെന്നില്ല. നിർബന്ധമില്ല. പക്ഷെ എന്നെ പറ്റി പറയുമ്പോൾ
അത് എനിക്ക് വിശദീകരിക്കാനും കൂടി ഒരു അവസരം തരണം. താങ്കൾ മോശക്കാരനാണ് എന്ന് എന്നെ അറിയാത്ത ഒരാൾ വിളിച്ചങ്ങ് പറയുകയാണ്. നിങ്ങൾ ഇതാ വളരെ മോശക്കാരനാണ് എന്ന് പറയുമ്പോൾ ഞാൻ വളരെ സന്തോഷം എന്ന് പറയണം. അങ്ങനെയാണോ? പിന്നെന്താ പറഞ്ഞത്? ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഈ അമ്പലത്തിൽ ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഇല്ലാത്തൊരു പ്രശ്നമാണോ ഉണ്ടാക്കിയത്? അവിടെ വി ഡി സതീശൻ അതെ നിൽക്കട്ടെ, നിങ്ങളൊരു വിമർശനം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി. വി ഡി സതീശൻ ഈ വിഷയം ഉന്നയിച്ചത് ന്യൂസ് 18 പറഞ്ഞിട്ടാണോ? ന്യൂസ് 18 ഈ നാട്ടിലെ 40 ചാനലുകൾ CPM തകർക്കാൻ വേണ്ടി അങ്ങനെ മുഖം തിരിച്ചു വെച്ചിരിക്കുകയാണോ? അദ്ദേഹം ചെയ്യേണ്ട ജോലി തന്നെയാണ് ചെയ്തത്. അതിലൊന്നും എനിക്ക് അഭിപ്രായം. അപ്പൊ പിന്നെ ഈ ഞങ്ങൾ എന്തോ വലിയ അപകടം ചെയ്തു എന്ന് പറയുന്നതിൽ എന്ത് കാര്യം? അപ്പൊ അങ്ങ് പറയാനുള്ള കാര്യങ്ങൾ അങ്ങേക്ക് പറയാം. പക്ഷെ എന്നെ വിമർശിക്കുമ്പോൾ അതിന് മറുപടി പറയാനും കൂടി എനിക്കൊരു ഇതുണ്ട്. ഞാൻ അങ്ങേ ഒരു കാര്യമില്ലാതെ തന്നെ ജനാധിപത്യമായ ഒരു അവകാശമാണ്. അത് ഞാൻ എന്റെ മറുപടിയും കൂടി കേട്ടിട്ട് നമുക്കൊരു പൊതു ധാരണയിലെത്താം. അത്രേ ഞാനും പറയുന്നുള്ളൂ. എന്നെ വിമർശിക്കുന്നവർ ഒരുപാടുണ്ടെന്നേ. വിമർശിച്ചോ? അവകാശമാണ് ഞാൻ വിനിയോഗിച്ചത്. അങ്ങ് വിമർശിക്കുന്നതിൽ ഒരു ഇതുമില്ല. പക്ഷെ ആ വിമർശിക്കുമ്പോൾ അതങ്ങനെയല്ല. ആ വസ്തുത വിരുദ്ധമായ കാര്യമാണ് താങ്കൾ പറയുന്നത് എന്ന് പറയാനുള്ള ഒരു അവകാശം എനിക്കില്ലേ? അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് കേട്ടോണ്ടിരിക്കണമെന്ന് പറയുന്നത് അതൊക്കെ നിങ്ങൾക്ക് ധാരണയുള്ള സ്ഥലത്ത് പറയാം. ഇവിടെ അതൊന്നും സംഭവിക്കും. നിങ്ങൾക്ക് എന്നെ പറ്റി പറയാനുള്ള കാര്യത്തിൽ മാത്രമേ ഞാൻ വിമർശനം ഉന്നയിക്കുന്നു. അല്ലാതെ നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾ അവിടെ പരിപാടി നടത്തുന്ന വിഷയത്തിൽ എനിക്കൊരു അഭിപ്രായമില്ല. ഞാൻ അത് ആദ്യം തന്നെ പറഞ്ഞു. അത് നാട്ടുകാർക്കും മറ്റുള്ളവരുടെ അഭിപ്രായമാണ്. എന്നെ പറ്റി പറയുമ്പോൾ ഞാനതിന് പ്രതികരിക്കണ്ടേ? കടക്കലിന്റെ മണ്ണ് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കടക്കലിന്റെ മണ്ണ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ സാമ്രാജ്യത്വത്തിനെതിരെയും അവിടെയുള്ള ജന്മികുടിയ വ്യവസ്ഥകൾക്കെതിരെയും വളരെ സജീവമായ രക്തരൂക്ഷിതമായ സമര പോരാട്ടങ്ങൾ നടത്തിയ ഒരു മണ്ണാണ്. അതിന്റെ ശേഷിപ്പുകളും അവിടുത്തെ സാംസ്കാരികമായ ഇടപെടലുകളും ആ പ്രദേശത്ത് നടക്കുന്ന ഏത് ഉത്സവത്തിലും പ്രതിഫലിക്കും. അത് രാഷ്ട്രീയമായിക്കോട്ടെ സാംസ്കാരികമായിക്കോട്ടെ ഏതായിരുന്നാലും അത്തരത്തിലുള്ള ഒരു പ്രതിഫലനമായി മാത്രം ഇതിനെ കണ്ടാൽ മതി. അതൊരു വലിയ ഒരു മാധ്യമ സ്ഥാപനം. നിങ്ങൾ നേരത്തെ വിശാൽ എന്ന് പറയുന്ന ഒരു കടക്കൽക്കാരനായ ഇടതുപക്ഷ അനുഭാവിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം സംസാരിച്ചപ്പോ വെറുതെ നിങ്ങൾ എന്തിനാണ് ഫാസിസ്റ്റ് പാർട്ടി ചുവന്ന കൊടി പോലും ഇല്ലാത്ത റെയിൽവേ ഞാൻ ചോദിക്കുന്നത് മനസ്സിലുള്ള എന്റെ മനസ്സിൽ എന്തോ ഉണ്ടായിക്കോട്ടെ. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യത്തിന് മറുപടി പറഞ്ഞതാണ്. നിങ്ങൾ പറയുകയാണ് ന്യൂസ് 18 ഒരു കാര്യവുമില്ലാതെ വരാനിരിക്കും. ഒരു മിനിറ്റ് കേൾക്ക്. നിങ്ങൾ പറയുകയാണ് ന്യൂസ് 18 ഒരു കാര്യവുമില്ലാതെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ അങ്ങ് പരാജയപ്പെടുത്താൻ വേണ്ടി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു ചാനലാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല. ന്യൂസ് 18 നിങ്ങളില്ലാത്തടത്ത്, ചെങ്കൊടി എന്ന് കാണുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ പോലും ഇല്ലാത്തടത്ത് ഈ ന്യൂസ് 18 ഉണ്ട്. അത് ന്യൂസ് 18 തമിഴ്നാട്ടിലുണ്ട്, ആസാമിലുണ്ട്, സിക്കിമിലുണ്ട്, ലഡാക്കിലുണ്ട്. അങ്ങനെ ന്യൂസ് 18 എല്ലായിടത്തുമുണ്ട്. അപ്പം നിങ്ങൾ പറയുന്ന ആശയം അടിസ്ഥാനപരമായി തെറ്റാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ആ പ്രയോഗം ഉപയോഗിച്ചത്. അല്ലാതെ നിങ്ങൾ പരിശോധിച്ചിരിക്കുന്നത് നിങ്ങൾ CPM ഉണ്ടെങ്കിൽ CPMന്റെ പ്രവർത്തനം CPM നടത്തുന്നു, ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾ നടത്തുന്നു. അതിൽ CPMനെ അങ്ങനെ സ്തുതി പാടുന്നവരായി ഞങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ അങ്ങ് വിഷമിക്കുകയുള്ളൂ. ഞങ്ങൾ ഈ നാട്ടിലെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഞങ്ങൾ ഉയർത്തിയത്. അത് താങ്കളുടെ അഭിപ്രായം പറയാം, അതിലൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യരുത്. ഞങ്ങളെ മോശമാക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ എതിരെ വിരലുയർത്തുന്ന ഒരു ചോദ്യവും ചർച്ച ചെയ്യരുതെന്നൊക്കെ പറയാൻ അതിനിവിടെ രാജ്യവാഴ്ചയില്ല, 144 ഇല്ല, അടിയന്തരാവസ്ഥയില്ല. അതൊക്കെ വരുമ്പോൾ ആലോചിക്കാം. ഇപ്പൊ തൽക്കാലം അതിനൊന്നും വശമതനാകാൻ താല്പര്യമില്ല. ഓക്കെ, ഞങ്ങൾ ഫാസിസ്റ്റ് ലൈനാണോ? അതൊക്കെ ഞാൻ ഫാസിസ്റ്റ് ലൈൻ ഒന്നുമല്ല. അങ്ങ് പറയുന്നത് മുഴുവൻ കേട്ടിട്ട് എന്നെ കുറിച്ച് പറഞ്ഞ കാര്യത്തിന് മാത്രമേ ഞാൻ മറുപടി പറഞ്ഞുള്ളൂ. അല്ലാതെ അങ്ങ് പറഞ്ഞ നേരത്തെ പൊതു നിലപാടിനെ കുറിച്ച് ഞാൻ മറുപടി പറഞ്ഞില്ല. ഞാൻ പ്രകോപിതനാകും. പിന്നെ എന്നെ പറ്റി ഇല്ലാത്ത കാര്യം പറയുമ്പോൾ ഞാൻ പ്രകോപിതനാവണ്ടേ? ഞാനും അങ്ങേ പോലെ ഒരു മനുഷ്യനല്ലേ? അദ്ദേഹത്തിനുള്ള അഭിപ്രായം അല്ല ശരി എന്ന് പറയാനുള്ള അഭിപ്രായം എനിക്കില്ലേ? അതായത് അങ്ങേക്കുള്ള കാര്യവും മറ്റേയാൾക്കുള്ള കാര്യവും അല്ല. നിങ്ങൾ അങ്ങനെ അങ്ങ് ഭീഷണിപ്പെടുത്തി തർക്കിച്ച് പറയാൻ സമ്മതിക്കാതെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറ്റിയെടുക്കാം എന്നൊന്നും കരുതേണ്ടതില്ല. ആളുകൾക്ക് പറയാനുള്ളത് പറയും. അത് ഏത് നാട്ടിനെ കുറിച്ചും ചിലപ്പോൾ നമ്മൾ ആ വിഷയം എടുക്കും, ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്യുന്നത് എന്തോ ഞങ്ങളെ അങ്ങ് അടിച്ച് നിരപ്പാക്കാനായിട്ട് വരുന്നു, അതിനെതിരെ കരുതിയിരിക്കുക, ജാഗ്രതയായിരിക്കുക എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ഇത് ഒരു പൊതുവിഷയമാണ്. ആ പൊതുവിഷയം പൊതുതരത്തിൽ ചർച്ച ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അല്ല ഞാൻ നിങ്ങളെ അങ്ങ് ആക്രമിച്ച് പരാജയപ്പെടുത്താനും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ അങ്ങ് ഇല്ലാതാക്കാനും വേണ്ടി നടക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിൽ പരം ഒരു രാഷ്ട്രീയ അബദ്ധം പറയാനുണ്ടോ? മഹേഷ് നമുക്കൊപ്പം ചേരുന്നത്. മഹേഷ് എവിടുന്നാണ് മഹേഷ് വിളിക്കുന്നത്? വിളിക്കുന്നത്.
ഞാനൊരു സംഗീതജ്ഞനും ഒരു ഗാനമേളക്കൊക്കെ പാടാൻ പോകുന്ന ഒരാളാണ്. ഗായകനാണ്. യെസ്, താങ്ക് യു. ഗായകൻ നമുക്ക് ഈ പിന്നെ കടക്കൽ നടന്നത് ശരിയായിട്ടുള്ളൊരു കീഴ്വഴക്കമല്ല. കാരണം അടുത്ത ദിവസം മുതൽ വേറെ ഓരോരോ പാർട്ടിക്കാര് കൈയും അല്ലെങ്കിൽ താമരയും അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ കൊടിയും ഒക്കെ കാണിച്ചാല് ഇവർക്ക് എന്ത് തോന്നും? പറഞ്ഞോട്ടെ, ഇവർക്ക് എന്ത് തോന്നും? ഇവർക്ക് അതൊരു പ്രശ്നമാകത്തില്ലേ? സത്യത്തില് ഇങ്ങനെയുള്ള പരിപാടികള് അമ്പലത്തിൽ നിന്ന് ഗാനമേളയെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഒരു പരിപാടി നടത്തുമ്പോൾ അതിനകത്ത് ബാക്കില് പിന്നെ ചെങ്കൊടിയും അരിവാളും ചുറ്റിയും നക്ഷത്രമൊക്കെ വെച്ചോണ്ടാണോ പരിപാടി നടത്തേണ്ടത്? അല്ല. അപ്പൊ അതിനെതിരെ നിങ്ങൾ കാണിക്കുന്ന ജാഗ്രത വളരെ നല്ല ഒരു കാര്യമാണ്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും താങ്കൾ അവിടെ നിന്ന് വിളിക്കുക അഭിപ്രായം പങ്കുവെച്ചതിൽ വളരെയധികം സന്തോഷം. ജോസഫ് പറയുന്ന രാജഗോപാലിനെ പറയാൻ അനുവദിക്കുന്നു. രാജഗോപാൽ പറഞ്ഞെല്ലാം കേട്ടിട്ടാണ് ഞാൻ അദ്ദേഹത്തിന് മറുപടി പറയാൻ ശ്രമിച്ചത്. അപ്പോൾ എന്നെ പറയാൻ സമ്മതിക്കാതിരിക്കുകയാണ് അവിടെ ചെയ്തത്. എനിക്കെന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാതെ ഞാനൊരു മോശപ്പെട്ടയാളാണ് എന്ന തരത്തിൽ ചിത്രീകരിച്ചാൽ അതങ്ങനെ നിന്ന് കേട്ടുകൊടുക്കാൻ ഇത് പാർട്ടി സമ്മേളനമോ ഏരിയ ബ്രീഫിംഗോ ഒന്നുമല്ല. എനിക്ക് പറയാനുള്ളത് പറയാനുള്ള അവസരം കൂടി തന്നുകൊണ്ടാണ് പൊതുവേദി ഉള്ളത്. അപ്പോൾ അത് ഇനിയിപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണ് എന്ന് കരുതി ഇതിനേക്കാൾ വലിയ രാഷ്ട്രീയ നേതാക്കളെ നമ്മളങ്ങനെ ഭയന്നിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും സംസാരിക്കുക, അവരുടെ അഭിപ്രായം പറയാലോ, അതിലൊരു കുഴപ്പമില്ലല്ലോ. ഉടനെ അതിൽ ഞങ്ങളെന്തോ വലിയ ഗൂഢനീക്കവുമായി നടക്കുകയാണ് എന്നൊരു നിലപാട് വയ്ക്കുന്നതിൽ ഒട്ടും ശരിയല്ല. തോമസ് എത്രയും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ജോസഫ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായതുകൊണ്ടാണ്. KM ജോസഫ് സ്ഥിരം പ്രേക്ഷകനായത്. ഞാനിത് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഒരു വാർത്തയുടെ രീതി എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ പ്രതിപക്ഷ നേതാവിന് ഇഷ്ടമല്ലായിരിക്കാം, നിങ്ങൾക്ക് പ്രധാനമന്ത്രിയെ ഇഷ്ടമല്ലായിരിക്കാം, നിങ്ങൾക്ക് മുഖ്യമന്ത്രിയെ ഇഷ്ടമല്ലാതിരിക്കാം. അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. ഈ നാട് ജനാധിപത്യ സംവിധാനത്തിലൂടെ തെരഞ്ഞെടുത്തിട്ടുള്ള ഭരണഘടനാ പദവിയിലിരിക്കുന്നവരാണ് അവർ ഒരു കാര്യം പറയുമ്പോൾ അത് വാർത്തയായി വരും. ആ വാർത്ത അന്വേഷിച്ചിട്ടാണോ കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും എല്ലാ വാർത്തകളും അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഒരു കാര്യം പറയുകയാണ്, ഇതാ ഞങ്ങൾ ഇത്ര അധികം ആളുകൾക്ക് ഇങ്ങനെ സേവനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ സേവനം ചെയ്യുന്നു എന്ന വാർത്തയല്ലേ കൊടുക്കുക. ഇനി സേവനം ചെയ്തോന്ന് ഓരോ ആളെയും കണ്ടുപിടിച്ച് അന്വേഷിച്ചിട്ട് ഈ വാർത്ത കൊടുക്കുമ്പോഴേക്കും ഞാൻ ജീവിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ മുഖ്യമന്ത്രിയെ വിശ്വാസത്തിലെടുക്കുകയാണ് ചില ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളെ ഇതിന് മറുപടി എന്താണ് എന്നതിന് തരത്തിലൊരു ചർച്ചയ്ക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ കേന്ദ്രം പണം തരുന്നില്ല എന്ന് മുഖ്യമന്ത്രി ആരോപിക്കുമ്പോൾ ആ ആരോപണം വാർത്ത കൊടുക്കണ്ടേ? അപ്പോൾ അതിന് മറ്റ് കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് അവരുടെ പ്രതികരണങ്ങൾ വരും. ഇതാണ് അവരുടെ പ്രതികരണം എന്ന തരത്തിൽ വരും. അങ്ങനെ ഇത് ചർച്ച ചെയ്താണ് നമ്മളിതിൻ്റെ ഒരു ശരിയിലേക്കും വസ്തുതയിലേക്കും പോകുന്നത്. അല്ലാതെ ഒരാൾ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ അത് മുഖ്യമന്ത്രി പറഞ്ഞാൽ നമ്മളത് അന്വേഷിച്ച് അത് ശരിയാണോ എന്ന് കണ്ടെത്തുന്നത് പിന്നീടുള്ള കാര്യമാണ്. ആദ്യം മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു എന്ന വാർത്ത കൊടുക്കുന്നു, പിന്നീട് അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ മുഖ്യമന്ത്രിക്ക് തെറ്റി എന്ന് നമുക്ക് പറയാം. അങ്ങനെ പല മന്ത്രിമാർക്കും തെറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അവരുടെ ആർഗ്യുമെൻറ്റ്സ് നഷ്ടപ്പെടുന്നു എന്ന തരത്തിൽ നമ്മൾ വാർത്ത കൊടുക്കുന്നുണ്ട്. അത് പിന്നീട് വരുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ജോസഫ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായതുകൊണ്ടും ഇതുകൊണ്ടാണ് ഞാൻ ജോസഫിന് ഇത് ഇത്രയും മറുപടി തന്നത്. കാരണം ഇത് സ്ഥിരം കാണുന്നയാളെന്ന നിലയിൽ ഞാനൊരു പ്രതികരണം നൽകുകയാണ്. ജിയോവ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അമ്പലപ്പറമ്പിൽ എത്ര KPSCയുടെ നാടകങ്ങൾ കളിച്ചിട്ടുണ്ട്, ഭക്തിഗാനമേള ആയിരുന്നോ അവിടെ നടന്ന പ്രോഗ്രാം, അപ്പോൾ എല്ലാതരം കാര്യങ്ങളും അവിടെ കാണാം എന്ന് അദ്ദേഹം പറയുന്നു. ഡ്രാമ പോലുള്ള പല കാര്യങ്ങളും അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ മുരളി പറയുന്നു, ഈ വിഷയം തന്നെ നിങ്ങൾ എടുത്തത് നിങ്ങൾ തന്നെ പാരയായി മാറി. പാരയാട്ടെ മുരളി, ഞങ്ങളും പൂർണ്ണമായി ശരിയല്ലല്ലോ. ചിലപ്പോൾ ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. ഇപ്പോൾ ഒരാൾ വന്ന് ഇതിൽ ഞങ്ങൾ ഈ ഒരു വിഷയം എടുക്കുന്നു, ആ വിഷയത്തിൽ വേറൊരാൾ വന്ന് അഭിപ്രായം പറയുന്നു, എൻ്റെ അഭിപ്രായം കൊള്ളണമെന്നൊന്നുമില്ല. അങ്ങനെ നമ്മളൊരു പൊതു അഭിപ്രായത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് പൊതുവേദി സംഘടിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ പറയട്ടെ. ഈ ചാനൽ CPMൻ്റെ സെറ്റ് ടീമാണെന്ന് ഒരു വിമർശനം. അത് കൊള്ളാം. ഓക്കെ, ഇത്രയും നേരം ഞാൻ CPM വിരുദ്ധനാണെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഞാൻ CPMൻ്റെ ടീം അംഗമാണെന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. ഓക്കെ, എനിക്ക് തോമസ് മാത്തൻ അഭിനന്ദനങ്ങൾ നൽകുന്നുണ്ട്. ഈ വിഷയം പൊതുജനമധ്യത്തിൽ കൊണ്ടുവന്നതിന് എനിക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നു. ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ന്യൂസ് 8 അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നു അജിത് കുമാർ. അപ്പം ഞങ്ങളുടെ ശരി കേരളത്തിന് വേണ്ടെന്ന്, അങ്ങനെ കേരളത്തിനൊരു ശരി ഞങ്ങൾക്ക് വേറെ ഒരു ശരി എന്നല്ല ജോസഫ്. എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയട്ടെ. 1% മനുഷ്യർ പോലും വിയോജിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവില്ലേ, അവർക്ക് വിയോജിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കുന്നില്ലേ? അല്ലാതെ രാജ്യം മുഴുവൻ ഒറ്റ തീരുമാനം, സംസ്ഥാനം മുഴുവൻ ഒറ്റ തീരുമാനമല്ലല്ലോ. പലതരം തീരുമാനങ്ങളുണ്ട്, അതിൽ നിന്നാണ് പലതരം അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത്. അതിൽ പലപ്പോഴും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. രാജേഷ് എന്നോടൊപ്പം ചേരുന്നത് മട്ടന്നൂരിൽ. ശ്രീ രാജേഷ്, മട്ടന്നൂരിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അമ്പലത്തിലെ പരിപാടിയൊക്കെ BJPയും CPMഉം ഏറ്റെടുത്ത് നടത്തുന്നത്. ഈ ഒരു ലെവലിലാണ് പോകുന്നതെങ്കിൽ അടുത്ത കാലത്ത് തന്നെ ഇതൊക്കെ ലേലം വിളിച്ചിട്ട് ഓരോ പാർട്ടി എടുത്ത് പാർട്ടിയുടെ പരിപാടിയായിട്ട് നടത്തുമെന്നാണ് തോന്നുന്നത്.
കാരണം ജനങ്ങളെ വിശ്വാസം എല്ലാം, അതായത് ദൈവവിശ്വാസവും അതായത് അമ്പലത്തിൽ പോകുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഇതാണ് ഈ പോക്കാണെങ്കിൽ അങ്ങനെയാ ഉണ്ടാവുക. ഇത് തടയണമെന്നാണ് താങ്കളുടെ അഭിപ്രായം അല്ലേ? അല്ല, ഇത് ശരിയായ ഒരു ഇതല്ല. അതായത് വിശ്വാസത്തിന്റെ വഴിയിലേക്ക് വിടുക, അല്ലാതെ അതിൽ പാർട്ടി കൊടിയൊക്കെ കെട്ടിയിട്ട് ഓരോ സ്ഥലത്ത്, കണ്ണൂരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് നമ്മൾ അമ്പലത്തിൽ പോയിട്ടും കണ്ടിട്ടുള്ള ഇതുകൊണ്ടാണ് പറയുന്നത്. ഈ ലെവലിലാണ് പോകുന്നതെങ്കിൽ അടുത്ത് തന്നെ ഓരോ പാർട്ടിയുടെ പരിപാടിയായിട്ടായിരിക്കും അമ്പലത്തിൽ ഉത്സവങ്ങൾ നടത്തപ്പെടുക. യെസ്, വ്യക്തമാണ്. രാജേഷ് മട്ടന്നൂരിൽ നിന്നാണ് വിളിച്ചത്. തങ്കച്ചൻ മുഹമ്മ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനെ. തങ്കച്ചൻ പക്ഷെ കുറേ ദിവസമായി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ടല്ലേ തങ്കച്ചൻ? നമസ്കാരം സാറേ. നമസ്കാരം. തങ്കച്ചൻ എന്ത് പറ്റി? തിരക്കിലായിരുന്നു? അല്ല സാറേ, ഞാനുള്ളപ്പോൾ വിളിക്കാത്തതാണോ? അല്ല, വിളിച്ചിട്ട് കിട്ടാൻ പറ്റും. സാറെ കൊള്ളപ്പം വിളിച്ചോണ്ടിരുന്ന ആണോ? ഇപ്പൊ വിളിച്ചിട്ട് കിട്ടുന്നില്ല? ഇല്ലില്ല. എനിക്ക് പറയാനുള്ള ഒരു മമ്മൂട്ടി സിനിമയ്ക്ക് പറയുന്നുണ്ട്, നമ്മൾ പഠിച്ചിറങ്ങിയ ഇന്ത്യ. ഇപ്പൊ കേരളത്തിൽ ഇപ്പം നമ്മൾ അതും കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാല് കേരളം മഴ പറയുന്നത്. ഇപ്പൊ ഈ സിപിഎമ്മുകാര് പറയുന്നതാണെ പറയാ അത് പിണറായിക്ക് മഴ പറഞ്ഞ് ഉണ്ടാക്കിയതാണ്. ആ തരത്തിലേക്കാണ് നമ്മൾ ഈ കേരളത്തിന്റെ പോക്ക്. പക്ഷെ ആ തരത്തിൽ തടയണമെന്നാണ് അഭിപ്രായക്കാരനാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, മനുഷ്യന്റെ ജാതിയുണ്ട്, മതമുണ്ട്, എല്ലാ മതത്തിലും ആരാധിക്കുന്ന സ്ഥലമുണ്ട്. ഈ പള്ളി അമ്പലങ്ങൾ പരിപാടികളില് ഒരിക്കലും ഇത്തരം പരിപാടികൾ പാടില്ല. പ്രത്യേകിച്ച് പാടിയത് എന്ന് വെച്ചാൽ നല്ലൊരു പാട്ടായിരുന്നല്ലോ പാടിയത്. അയാളുടെ ഇതിക്കടെ വണ്ടി കയറ്റിയല്ലേ ഇവരിപ്പോ ശാസ്ത്ര കോളേജ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരം വിധാനങ്ങൾ ഇവർ പെടുമ്പോൾ ഇവർക്ക് മനസാക്ഷി എന്നൊരു സാധനം ഉണ്ടോ? കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ. അല്ല, ശ്രീ തങ്കച്ചൻ, അവർ ചോദിക്കുന്ന ഒരു ചോദ്യം, ഉത്സവ പറമ്പുകളിൽ പലപ്പോഴും പലതരം നാടകങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗാനമേള നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ ചിലപ്പോൾ പലപ്പോഴും വിപ്ലവ വിഷയങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കലയെന്ന തരത്തിൽ ആസ്വദിക്കുക, അതിനപ്പുറത്തേക്ക് കാണണ്ട എന്ന ആ വാദത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? സാറേ, ഞാൻ പറയും നാടകം കാണും, മറ്റുള്ള കാര്യം കാണും, അതൊക്കെ ശരി, വേറെ വ്യത്യസ്ത രൂപ. ഇതെന്ന് പറഞ്ഞാൽ നേരിട്ട് പാർട്ടി കൊടി വെച്ച് പാർട്ടി ചിഹ്നം വെച്ച് നടത്തിയ പരിപാടിയാണ്. ഒരു കൊല്ലം സമ്മേളനം പോലെ ഇവർ നടത്തിയിരിക്കുന്നത്. ഇത്തരം പരിപാടികൾ തീവ്രവാദത്തിന്റെ രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പൊ CPM സെക്കൻഡ് ഇയർ വേഷത്തിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഓരോ വേഷങ്ങൾ കെട്ടി അവര് ആടുന്നത്. ഈ ആട്ടം മുന്നോട്ട് പോകാൻ തോന്നുന്നില്ല. കാരണം ജനങ്ങൾ കണ്ടു മടുത്തു, എല്ലാ തരത്തിലും ജനങ്ങൾ മടുത്തു. മനുഷ്യനാണെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ പോലും മാർഗമില്ല, ശ്വാസം വിടാൻ പോലും പണം കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. എന്നോട് അഭിഷേക് ചോദിക്കുന്നത് ടെമ്പിൾ ഷുഡ് ബി റൺ ബൈ ഭക്തർ എന്ന് വെച്ചാൽ ഡെവട്ടീസ്, ഓക്കെ, നോട്ട് റൺ ബൈ പാർട്ടി മെമ്പേഴ്സ് എന്ന്. അതായത് ക്ഷേത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട ആളുകൾ തീരുമാനിക്കേണ്ടത്. അതിൽ കോടതി അവരെ മാറ്റി നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ കോടതി നിയമമൊക്കെ അംഗീകരിക്കുന്ന ഒരാളെന്ന നിലയിൽ ആ നിലപാട് കോടതിയും സർക്കാരിൻ്റെയും നിയമങ്ങളാണ് ബാധകമായി വരുന്നത്. മുരളി എന്നോട് ചോദിക്കുന്നു, RSS അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് ശാഖ നടത്തുന്നതിനെക്കുറിച്ച് ന്യൂസ് 18-ൻ്റെ അഭിപ്രായം എന്താണ് എന്ന്. കൊള്ളാം. ഞങ്ങൾ രണ്ടിലും ഒരേ അഭിപ്രായം തന്നെയാണ്. അത് ആ നാട്ടിലെ ആളുകൾ അവരെന്താണ് തീരുമാനിക്കുന്നത്, അവർക്ക് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്, അത് നിയമം എന്ത് അതിൽ പറയുന്നു, ആ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതാണ്. അല്ലാണ്ട് ന്യൂസ് 18 പോയി ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഇത് നടത്തണം, അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ ഇത് നടത്തണ്ട, അല്ലെങ്കിൽ നടത്തിയത് ശരിയായില്ല എന്ന് ഞങ്ങൾക്ക് പറയാനാകില്ല. അത് ആ നാട്ടിലെ ആളുകളും ആ ഉത്സവ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളും അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നവരും തീരുമാനിക്കുന്നൊരു കാര്യമാണ്. അത് അവിടുത്തെ പൊതുജന ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർ കൂട്ടായി ആലോചിച്ച് നടപ്പിലാക്കുന്നതാണ്. ന്യൂസ് 18 ഇതിലെല്ലാം ഓരോ അമ്പലത്തിൽ എന്ത് നടത്തണം എന്നതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയാൻ പാടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, എലോൺ പറയുന്നു ബംഗാളിലെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. പുഷ്പനെ അറിയാമെന്ന പാട്ട് CPM-നെ കളിയാക്കുന്നതല്ലേ എന്ന് വേറെ ചോദിക്കുന്നുണ്ട്. അത് മാത്രമാണ്. ഓക്കെ, ദീപു കടക്കലിൽ നിന്നാണ് വിളിക്കുന്നത്. അതിൽ കടക്കലിൽ ഇതാ ന്യൂസ് 18 പൊതുവേദി എന്ന് കുറച്ച് പ്രേക്ഷകർ അവരുടെ അഭിപ്രായം പങ്കുവയ്ക്കുന്നുണ്ട്. അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. എന്നെ വിമർശിച്ചാൽ കൂടിയും അവിടുത്തെ ഒരു യഥാർത്ഥ സത്യാവസ്ഥയും ജനങ്ങൾ എന്ത് ധരിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരവും കൂടി അത് ഒരുക്കുകയാണ്. ദീപു, താങ്കൾക്ക് പറയാം. നമ്മൾ അതിനകത്ത് ആദ്യമുള്ളൊരു വിയോജിപ്പ്, നമ്മളിത് കടക്കിലുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂസ് ആണ്. അപ്പൊ നമ്മൾ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ് വിളിക്കുന്നത്. അപ്പൊ വിളിക്കുന്ന സമയത്ത് ആങ്കറായ താങ്കളെ അവരോട് പറയുന്നത് അവിടെ നടന്ന ഒരു വിപ്ലവഗാനവും മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണ് എന്നാണ്. ആൾക്കാരുടെ ഇടയിൽ തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഞാൻ സംസാരിച്ചോട്ടെ. ഞാൻ പറയാത്ത കാര്യം പിന്നെ ഞാൻ ഇവിടെ മുദ്രാവാക്യം വിളിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല. റീവൈൻഡ് എത്ര വേണമെങ്കിലും അടിക്കുക. ഞാൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ അവിടെ മുദ്രാവാക്യം വിളിച്ച കാര്യമൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ വന്നു എന്നൊരു വിമർശനം എന്ന തരത്തിലാണ് നിങ്ങൾ അത് അങ്ങനെ. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അത് നമ്മൾ ആദ്യം നിങ്ങൾ ഈ പരിപാടി കഴിഞ്ഞതിനെ കുറിച്ച് തിരക്കണം. ഏകദേശം 72 കരകൾ ചേർന്നിട്ടാണ് ആ ഉത്സവം നടത്തുന്നത്.
അവിടുത്തെ ഉത്സവ കമ്മിറ്റി എന്ന് പറയുന്നത് 72 കരകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഈ 2 പേര് ചേർന്ന ഏകദേശം 150ഓളം പേര് ചേർന്ന കമ്മിറ്റിയാണ്. അവിടെ 15 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണുള്ളത്. ഈ 15 ദിവസവും അവിടെ സ്റ്റേജ് പരിപാടികൾ നടക്കാറുണ്ട്. ഈ 15 ദിവസത്തെ സ്റ്റേജ് പരിപാടികളിലെ ഓരോ സമയവും ഓരോ കരക്കാർക്കും പ്രത്യേക സ്പോൺസർമാർക്കുള്ളതാണ്. അത് ഏകദേശം 10-50 വർഷക്കാലമായി നടന്നു വരുന്ന കീഴ്വഴക്കത്തിന്റെ ഭാഗമായി സ്ഥിരമായി നടത്തുന്ന സ്റ്റേജാണ്. ആ സ്റ്റേജിലെ പരിപാടി എന്താണെന്നോ ഏത് പരിപാടിയാണ് ബുക്ക് ചെയ്യുന്നതെന്നോ എല്ലാം തീരുമാനിക്കുന്നത് അതാത് കരക്കമ്മിറ്റികൾ സ്പോൺസർമാരുമാണ്. അത് അതിനകത്ത് സെൻട്രൽ കമ്മിറ്റി ഇടപെടാറേ ഇല്ല. ആ സെൻട്രൽ കമ്മിറ്റിക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോട്ടീസ് അടിക്കാൻ കൊടുക്കുമ്പോൾ മാത്രമാണ് ആ പരിപാടി അറിയുന്നത്. ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ പ്രദേശം പൊതുവിൽ നേരത്തെ ഒരു സുഹൃത്ത് സൂചിപ്പിച്ച പോലെ വലിയ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട എല്ലാം വലിയ ചരിത്രമുള്ള പ്രദേശമാണ്. അതെ, അതിന്റെ പിന്മുറക്കാരായ ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത്. അവർക്ക് സ്വാഭാവികമായി ഉണ്ടാവുന്ന മനസ്സ് ആ വിപ്ലവത്തിന്റെ ഒരു പിന്തുടർച്ച തന്നെയായിരിക്കും. അവിടെ താമസിക്കുന്ന ആൾക്കാരിൽ മഹാഭൂരിപക്ഷവും ഇടതുപക്ഷ മനസ്സ് സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. ആ അലോഷിയുടെ പരിപാടിയുടെ മറ്റു റീൽസുകളോ വീഡിയോസോ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് പരിശോധിക്കണം. അതൊരു വലിയ നിറഞ്ഞ വേദിയിലാണ് ആ പരിപാടി നടക്കുന്നത്. അപ്പൊ ആ പരിപാടി കാണാൻ ഇഷ്ടമുള്ള അത്രയധികം ആൾക്കാരുണ്ടായിരുന്നതുകൊണ്ടാണ് ആ പരിപാടി അവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. കഴിഞ്ഞ വർഷം ആ പരിപാടി അവതരിപ്പിച്ചിട്ട് ഈ വർഷം വീണ്ടും അത് അവതരിപ്പിക്കപ്പെടുന്നത് ഈ വർഷം അത് അവതരിപ്പിക്കപ്പെടണമെന്ന് നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ടാണ് താങ്കൾ പറഞ്ഞത് വ്യക്തമായത്. 6:59 ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എഴുതി കൊടുക്കുമ്പോൾ ആ അലോഷിയുടെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് LED ഓപ്പറേറ്ററാണ് ആ LED വാൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓപ്പറേറ്റർ അല്ല, അവരാണ് അതിനകത്ത് പിക്ചറൈസേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ഇത്രയും വിവാദമാക്കി നമുക്ക് സമയപരിമിതി കൊണ്ടാണ് ഇതിനൊരു ടൈം ഷെഡ്യൂൾ ഉണ്ട്. ഏതായാലും ദീപു കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ ആ നാട്ടിലെ ആളുകൾ അത് കൃത്യമായി പറയുമ്പോൾ ഒരു റിപ്പോർട്ടർ അവിടെ പോയി കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രേക്ഷകർക്ക് ഇതിലെ ശരിതെറ്റുകൾ മനസ്സിലായി കാണുമെന്നാണ് പൊതുവേ വിചാരിക്കുന്നത്. പക്ഷേ ഈ വിഷയം ഞങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ യൂട്യൂബിലൂടെ ചർച്ച ചെയ്തു. ഒരു നാട് ആഗ്രഹിച്ചാൽ അവിടെ വിപ്ലവ ഗാനങ്ങൾ ക്ഷേത്രത്തിൽ പാടുന്നത് വിവാദമാക്കണോ എന്ന ചോദ്യത്തിന് പക്ഷേ വിവാദമാക്കണമെന്നാണ് 73% ആളുകൾ പറയുന്നത്. ഓക്കെ, ഏതായാലും അതാണ് ഇപ്പോൾ ഫലം. ഏതായാലും ദീപുവും അതുപോലെ കടക്കലിൽ നിന്ന് വിളിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ആശംസകൾ. ഒരുപക്ഷെ നമ്മൾ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും, അത് വെറും ആശയപരമായിട്ടുള്ളൊരു തർക്കമാണ്, അതിനപ്പുറത്തേക്ക് അതിനെ കാണരുത് എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു, ഗുഡ് ബൈ.